പശ്ചിമേഷ്യൻ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജോർദാനെയും കുവൈറ്റിനെയും ആക്രമിക്കുന്ന ഇറാന്റെ ആക്രമണത്തിൽ കുവൈറ്റിൽ വലിയ നാശനഷ്ടമുണ്ടായി എന്ന് പറയുന്നു. ഖൈഷം ദ്വീപിൽ അമേരിക്കയുടെ ആക്രമണത്തിൽ ഒരു കൊച്ചുകുട്ടി ഉൾപ്പെടെ 3 മരണം സംഭവിച്ചു. അതിന് വളരെ കൃത്യമായി തിരിച്ചു നൽകുമെന്നുള്ള IRGCയുടെ മുന്നറിയിപ്പ് വരുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണ് സൗദി അടക്കം ഇടപെട്ട് ഇപ്പോൾ ഹോർമുസിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയിലൂടെ തീരുമാനിച്ചിരിക്കുന്നത്. അതിനോട് ഇറാന്റെ പ്രതികരണം എന്തായിരിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകൾ. കുവൈറ്റിൽ 2 ഡ്രോൺ ഹാങ്ങറുകളും സൈനിക ഇന്ധന സംഭരണ കേന്ദ്രവും നശിപ്പിച്ചതായി ഇറാൻ. അമേരിക്കയുടെ അധിനിവേശവും കൊള്ളയടിക്കുന്നതുമായ സേനകളെ മേഖലയിൽ നിന്ന് പുറത്താക്കുന്നതുവരെ ആക്രമണമെന്ന് മുന്നറിയിപ്പ്. ഖേഷം ദ്വീപിലെ ആക്രമണത്തിൽ അമേരിക്ക വലിയ വില നൽകേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ പുരോഗതിയില്ലാത്തതിൽ കടുത്ത അമർഷത്തിൽ ട്രംപ്. യുദ്ധം 5ാം മാസത്തിലേക്ക് കടക്കുമ്പോഴും പ്രശ്നപരിഹാരത്തിന് വ്യക്തമായ വഴികളില്ല. മുതിർന്ന ഉപദേഷ്ടാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ രോഷം പ്രകടിപ്പിച്ചുവെന്ന് സൂചന. തുടർ നടപടികളെ ചൊല്ലി ഭരണകൂടത്തിനുള്ളിൽ ഭിന്നതകളെന്നും റിപ്പോർട്ട്. ഷെയ്ഖ് ഹസീന രാജ്യത്ത് കാലുകുത്തുന്ന നിമിഷം തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ബംഗ്ലാദേശ് നിയമമന്ത്രി. കോടതിയിൽ നേരിട്ട് കീഴടങ്ങാൻ പോലും അവസരം ലഭിച്ചെന്നു വരില്ലെന്നും മന്ത്രി. കടുത്ത നിലപാട് ഡിസംബറിൽ രാജ്യത്ത് തിരിച്ചെത്താൻ നടത്തുന്ന നീക്കങ്ങൾക്കിടെ. ഗസയിൽ ബോർഡ് ഓഫ് പീസ് പദ്ധതി അംഗീകരിച്ച് ഹമാസ്. പൂർണ്ണമായും നിരായുധീകരണത്തിന് സമ്മതിച്ചു. പ്രതികരിക്കാതെ ഇസ്രായേൽ. പുതിയ അതോറിറ്റിക്ക് കീഴിൽ പലസ്തീനെ കൊണ്ടുവരുമെന്ന് ട്രംപ്. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയ്ക്കെതിരെ കടുത്ത നിലപാടുമായി യുവേഫ. ലോകകപ്പ് സ്വകാര്യവൽക്കരണ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ പൂർണ്ണ ബഹിഷ്കരണം. പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കാതെ ഇനിയൊരു ഫിഫ മത്സരത്തിലും യൂറോപ്യൻ ടീമുകൾ പങ്കെടുക്കില്ല. പോളണ്ടിൽ നടക്കാനിരിക്കുന്ന വുമൻസ് അണ്ടർ 20 ലോകകപ്പ് പ്രതിസന്ധി. ഫുട്ബോൾ ആരാധകരെ ഞെട്ടിച്ച് വമ്പൻ പ്രഖ്യാപനം. ഇന്ത്യൻ ദേശീയ ടീമുമായി സൗഹൃദ മത്സരം കളിക്കാൻ ബ്രസീൽ വരുന്നു. ഒക്ടോബറിൽ ടീം കളിക്കുക കൊൽക്കത്തയിൽ. സൂപ്പർ താരം നെയ്മർ ബൂട്ടണിയുമോ എന്നതിൽ ആകാംക്ഷ. അധ്യാപികമാർ കണ്ണികളായ ലഹരി മാഫിയയുടെ സൂത്രധാരൻ 22 വയസ്സുകാരനായ ഷിൻഡോ ബാബു. ബത്തേരി സ്വദേശി. കണ്ടെത്താൻ അന്വേഷണം ഊർജിതം. അധ്യാപികമാർ കൈമാറുന്ന പണം ഷിൻഡോയ്ക്ക് എത്തിച്ചിരുന്നത് അറസ്റ്റിലായ ഡെലിവറി ബോയ് ജിജിൻ ബാബു. ഷിൻഡോ പിടിയിലായാൽ ചുരുളഴിയുക വൻ ശൃംഖലയുടെ രഹസ്യം. ദുബായ് കൊച്ചി വിമാനം 12 മണിക്കൂറായി വൈകുന്നു. യാത്രക്കാരിക്ക് ദേഹാസ്വാസ്ഥ്യം. കൊച്ചി ഡൽഹി സർവീസ് റദ്ദാക്കി. അർദ്ധരാത്രി വിമാനത്താവളത്തിലെത്തിയവർ കുടുങ്ങി. യാത്രക്കാരും വിമാന കമ്പനി ജീവനക്കാരും തമ്മിൽ വാക്കേറ്റം. തിരുവനന്തപുരം വെമ്പായം ബാറിലെ തീവെപ്പിൽ മരിച്ചവർ 4 മരിച്ചത് തേക്കട സ്വദേശി നൌഫൽ. മരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. പൊള്ളലേറ്റ 2 പേർ നേരത്തെ മരിച്ചു. ഒരാൾ ആത്മഹത്യ ചെയ്തു. വെമ്പായം റെസിഡൻസി ബാറിൽ തീവെപ്പുണ്ടായത് ജൂലൈ 19 മദ്യപാനത്തിനിടെയുള്ള തർക്കത്തിൽ. ഇന്ന് നാളെയും കനത്ത മഴയ്ക്കു സാധ്യത. 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധിയില്ല. പരീക്ഷകൾക്ക് മാറ്റമില്ല. മലയോര മേഖലകളിൽ കനത്ത ജാഗ്രത. മത്സ്യബന്ധനത്തിനും വിലക്ക്. അൻപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം 4000-ഓളം മത്സ്യബന്ധന ബോട്ടുകൾ ഇന്ന് കടലിലേക്ക്. ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി അവസാനിക്കും. ആശങ്കയായി കാലാവസ്ഥാ മുന്നറിയിപ്പ്. PM ശ്രീയുമായി മുന്നോട്ടെന്ന സർക്കാർ നിലപാട് സജീവ ചർച്ച. നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷം. LDF ഭരണകാലത്ത് PM ശ്രീയെ എതിർത്ത ലീഗ് നിലവിലെ സാഹചര്യത്തിൽ പ്രതിരോധത്തിൽ. ലീഗ് മുസ്ലിം സംഘടനകളുടെയും പ്രതികരണം കാത്ത് LDF.
മുഖ്യമന്ത്രി വി.ഡി. സതീശന് വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയിട്ടും പുനർജനിയിൽ സമരം തുടരാൻ CPM. അധികാര ദുർവിനിയോഗമെന്ന ആരോപണം വിജിലൻസിന്റെ പരിധിയിൽ നിൽക്കുന്ന കേസല്ല പുനർജനിയെന്നും ഗൗരവമായ തട്ടിപ്പുകൾ ഉള്ള കേസെന്നും എറണാകുളം ജില്ലാ സെക്രട്ടറി S. സതീഷ്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗം ഇന്ന് ചേരും. ജയിലിലുള്ള കൗൺസിലർ സുഗതന് അയോഗ്യത ഒഴിവാക്കണമെങ്കിൽ ഇന്ന് പങ്കെടുക്കണം. അനുമതി തേടി സുഗതൻ അപേക്ഷ അനുവദിച്ചാൽ പ്രതികരിക്കുമെന്ന് പ്രതിപക്ഷം. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞു. അഴീക്കൽ സ്വദേശി രാജീവ് മരിച്ചു. 2 പേർക്കായി തിരച്ചിൽ. മരിച്ച ബോട്ടിലുണ്ടായിരുന്നത് 14 പേർ. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കുവൈറ്റിലെ US അലി അൽ സലേം വിമാനത്താവളത്തിൽ ഇന്നലെയാണ് വലിയ വ്യോമാക്രമണം നടത്തിയത്. ഇപ്പോഴും കുവൈറ്റിലേക്കും ജോർദാനിലേക്കും വലിയ തോതിലുള്ള മിസൈലുകൾ പാഞ്ഞെത്തുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ്. ഇതിനിടയിലാണ് IRGC ചില കാര്യങ്ങൾ പുറത്തുവിടുന്നത്. മറ്റൊന്നുമല്ല, 2 ഡ്രോൺ ഹാങ്കറുകളും സൈനിക വിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കുമുള്ള ഇന്ധന സംഭരണ കേന്ദ്രവും കുവൈറ്റിൽ നശിപ്പിച്ചു എന്നാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ നാശനഷ്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുവൈറ്റ് പുറത്തുവിട്ടിരുന്നില്ല. പക്ഷേ വലിയ ജാഗ്രതാ നിർദ്ദേശമോടെ പ്രഖ്യാപിച്ചിരുന്നു. ഒപ്പം ചില മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഇറാനിയൻ സർക്കാർ ഉടമസ്ഥയുള്ള മാധ്യമങ്ങളാണ് ഇക്കാര്യങ്ങൾ പുറത്തുവിടുന്നത്. കുവൈറ്റിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇറാന്റെ ആക്രമണം അമേരിക്കയുടെ അധിനിവേശവും കൊള്ളയടിക്കുന്നതുമായ സേനകളെ മേഖലയിൽ നിന്ന് പുറത്താക്കുന്നവരെ തുടരുമെന്നാണ് ഇപ്പോൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡാമിയേറ്റ തുറമുഖത്ത് ഇന്നലെ 2 കപ്പലുകൾക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന് അതേസമയം ഈജിപ്ഷ്യൻ സർക്കാർ വിശ്വസിക്കുന്നില്ല എന്നാണ് ഈജിപ്ത് പറഞ്ഞു വെക്കുന്നത്. അതുമാത്രമല്ല, ഇന്നലെ ഉണ്ടായ തീപിടുത്തം ഈജിപ്ഷ്യൻ തുറമുഖത്ത് 2 പ്രകൃതിവാതക കപ്പലുകളിൽ ഡ്രോൺ ആക്രമണത്തിൽ തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു. ഇതടക്കം നിരവധി പ്രശ്നങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ രാജ്യങ്ങൾക്ക് സംഭവിക്കുകയാണ്. ഒപ്പം ഖേഷം ദ്വീപിൽ ദമ്പതികളെയും ഒരു കുട്ടിയെയും കൊലപ്പെടുത്തിയതിന് കൃത്യമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഫർ കാലിഖ പറയുന്നത് അമേരിക്ക കൃത്യമായി വില നൽകേണ്ടി വരും എന്നാണ്. യുദ്ധക്കളത്തിൽ അവർക്ക് ലഭിക്കുന്ന അടികൾക്ക് പകരം വീട്ടാനുള്ള നീക്കം അവർ ശീലിച്ചിരിക്കുന്നുവെന്നും നിരപരാധികൾ രക്തം ചൊരിയുന്നുവെന്നുമാണ് കാലിഫ പറയുന്നത്. നേരത്തെ പറഞ്ഞ മിനാബിൽ ആദ്യഘട്ടത്തിൽ ആക്രമണത്തിൽ പ്രൈമറി സ്കൂളുണ്ടായ ആക്രമണത്തിൽ 170ഓളം കൊച്ചു കുഞ്ഞുങ്ങൾ അടക്കം മരിച്ചിരുന്നു. അതിനെ തുടർന്നുണ്ടായ അതുമായി ബന്ധപ്പെട്ട ആക്രമണമാണ് ഖേഷം ദ്വീപിൽ നടന്നത് എന്നാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കുന്നത്. VR കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, ഇന്നലെയും അമേരിക്കയുടെ പ്രത്യാക്രമണം വടക്കൻ ഇറാഖിലെ എർബിലിൽ ഇന്ന് വെളുപ്പിനെയും തുടർച്ചയായ സ്ഫോടനങ്ങൾ ഉണ്ട് എന്നൊക്കെയുള്ള വാർത്തകളുണ്ട്. പക്ഷേ അപ്പോഴും കുവൈറ്റിലുണ്ടായ തിരിച്ചടി അതിൻ്റെ പ്രാധാന്യം ചെറുതല്ല, നാശനഷ്ടങ്ങൾ ചെറുതല്ല, അതിൻ്റെ പ്രത്യാഘാതം ചെറുതല്ല. നിരവധി നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. രഞ്ജിത്ത്, 5 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നലെയാണ് US ഇറാൻ ആക്രമണം വീണ്ടും കടുപ്പിച്ചത്. അമേരിക്ക ഇറാനുമേൽ ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന കടുത്ത വ്യോമാക്രമണമാണ് നടത്തിയത്. തെക്കൻ ഇറാനിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഒരു കുടുംബത്തിലെ 3 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി ഖേഷം ഐലൻഡിൽ. ഇതിന് ശക്തമായ പ്രത്യാക്രമണമാണ് ഇന്നലെയും ഇന്നും ഇറാൻ നടത്തുന്നത് എന്നതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യത്തിൽ കടുത്ത പ്രത്യാക്രമണം ഉണ്ടാകും എന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് കുവൈറ്റ് ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള IRGCയുടെ സ്റ്റേറ്റ്മെൻറ്റിലും അവർ വ്യക്തമാക്കുന്നത് അതുതന്നെയാണ്. അധിനിവേശ ശക്തികളെ തുരത്തും വരെ ഈ പോരാട്ടം തുടരും എന്നാണ് കുവൈറ്റ് ജനതയ്ക്ക് നൽകിയ പ്രസ്താവനയിൽ IRGC വ്യക്തമാക്കുന്നത്. അത് ഈ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് എന്നതും ആണ് ഏറ്റവും ഗൗരവകരം. അതായത് കുവൈറ്റിലും ജോർദാനിലുമാണ് IRGC ഇപ്പോഴും ആക്രമണം തുടരുന്നത്. ഇന്നലെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരും എന്ന മുന്നറിയിപ്പോട് കൂടി ആണ് അവർ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. പ്രധാനമായും ജോർദാനിൽ അൽ അസ്റഖ് മിലിറ്ററി ബേസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കുവൈറ്റിലാകട്ടെ അലി അൽ സേലം എയർബേസിന് നേരെയും. ഇത് രണ്ടും US നിയന്ത്രണത്തിലുള്ള എയർബേസുകളാണ്. ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് നടന്നത്. കുവൈത്തിൽ അലി അൽ സേലം എയർബേസിൽ 2 ഡ്രോൺ ഹാങ്കറുകൾ, അതോടൊപ്പം തന്നെ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്ന ഇന്ധന സംഭരണ കേന്ദ്രം എന്നിവ തകർത്തു എന്നാണ് IRGC അവകാശപ്പെടുന്നത്. ഇത് ഇറാൻ്റെ മാധ്യമമായ IRIB തന്നെ
ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം അടക്കം വലിയ അവകാശവാദങ്ങളാണ് IRGC ഉന്നയിച്ചത്. അതായത് ജോർദാനിൽ അൽ അസ്രഖ് എയർബേസിൽ 3 US F-35 ഫൈറ്റർ ജെറ്റുകൾ തകർത്തു എന്ന IRGC അവകാശപ്പെട്ടിരുന്നു. അമേരിക്ക ഇക്കാര്യം നിഷേധിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം ഉപയോഗിച്ചു എന്നാണ് IRGC പറയുന്നത്. എന്തായാലും കൺഗ്രഷണൽ റിസർച്ച് സർവീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം, അതായത് ഈ യുദ്ധം ആരംഭിച്ച ശേഷം ഏതാണ്ട് 42ഓളം യുദ്ധവിമാനങ്ങൾ അമേരിക്കയ്ക്ക് നഷ്ടമായി എന്ന കണക്കുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് പുതിയ അവകാശവാദവുമായി കഴിഞ്ഞ ദിവസം IRGC രംഗത്തെത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും 5 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ ആരംഭിച്ച ആക്രമണവും പ്രത്യാക്രമണവും ഇന്നും തുടരുകയാണ്. ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുന്നു. അത് നെതന്യാഹു വൈറ്റ് ഹൗസിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഒരു ശക്തമായ ഒരു പ്രതിരോധ നീക്കം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഉണ്ടാകുന്നത് എന്നതുമാണ് ഈ ഘട്ടത്തിലെ നിർണായകമായ കാര്യം. രഞ്ജിത്ത്, അതാണ് പ്രധാനം. ഏതായാലും US-ന് വലിയ തിരിച്ചടികൾ അവരുടെ കേന്ദ്രങ്ങളിൽ സംഭവിക്കുന്നു. പ്രധാനമായും അവരുടെ സൈനിക കേന്ദ്രങ്ങളൊക്കെ കുവൈറ്റിലടക്കമുണ്ട്. അവിടെയാണ് ഈ തിരിച്ചടികൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. മറ്റൊരു പ്രധാന വാർത്ത പുറത്തു വരുന്നത് US പ്രസിഡന്റ് ട്രംപ് ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ പുരോഗതിയില്ലാത്തതിൽ കടുത്ത അമർഷം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഉന്നത ഉദ്യോഗസ്ഥരുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. യുദ്ധം 5ാം മാസത്തിലേക്ക് കടക്കുമ്പോഴും പ്രശ്നപരിഹാരത്തിലേക്ക് വ്യക്തമായ വഴികളൊന്നും പറഞ്ഞു നൽകാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതിൽ ട്രംപ് കടുത്ത നിരാശയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഉദ്യോഗസ്ഥരോട് ട്രംപ് തട്ടിക്കയറിയെന്നും എങ്ങനെ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കണമെന്നും ആവശ്യപ്പെട്ടതെന്നാണ് NBC ന്യൂസിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. മുതിർന്ന ഉപദേഷ്ടാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത്തരത്തിൽ ചില വിവരങ്ങൾ പുറത്തുവരുന്നത്. അമേരിക്കയുടെ മുന്നിലുള്ള സൈനിക ഓപ്ഷനുകളിലും സംഘർഷത്തിനൊരു അന്ത്യം കണ്ടെത്താൻ കഴിയാത്തതിലും ട്രംപ് വല്ലാതെ രോഷാകുലനാണ് എന്നാണ് വിവരം. അതുമാത്രമല്ല, ഈ ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ തോതിലുള്ള ആശയക്കുഴപ്പവും അവ്യക്തതയും ഭിന്നതയുമുണ്ട് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം യുദ്ധം തുടങ്ങിവെച്ചത് അമേരിക്കയും ഇസ്രായേലും ചേർന്നാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇപ്പോൾ അമേരിക്ക വലിയ തോതിൽ ആഗ്രഹിക്കുന്നു. വലിയ നഷ്ടം സംഭവിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദമുണ്ട്. നേരത്തെ കാർത്തിക് പറഞ്ഞതുപോലെ നിരവധി വിമാനങ്ങൾ നഷ്ടപ്പെടുന്നു, സൈനികർ കൊല്ലപ്പെടുന്നു. ഇറാനെ കരാറിലെത്തിക്കാൻ സാധിക്കുന്നില്ല. ഇറാൻ ഇപ്പോഴും വെല്ലുവിളിക്കുകയാണ്. ഇത്രയധികം ആക്രമണം നടത്തിയിട്ടും ഇറാൻ അമേരിക്കയെ വെല്ലുവിളിക്കുകയാണ്. വളരെ പെട്ടെന്ന് കരാറിലേക്ക് എത്തിക്കാമെന്ന് കരുതിയിരുന്നെങ്കിലും അതിന് ഇറാൻ വഴങ്ങാത്ത പശ്ചാത്തലമുണ്ട്. ഹോർമുസിലെ പ്രതിസന്ധി അമേരിക്ക സൃഷ്ടിച്ചതാണ് എന്നുള്ള ധാരണ, അത്തരത്തിലുള്ള വിചാരം ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കുണ്ട്. ഇതൊക്കെ അമേരിക്കയെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണ് ഈ യുദ്ധം നിർത്താൻ ട്രംപ് വല്ലാതെ ആഗ്രഹിക്കുന്നത്. കാർത്തിക്, ട്രംപ് ഒരുപാട് തരത്തിൽ ഈ വിഷയങ്ങളിൽ ഇടപെടുകയും സമാധാന കരാറിന് മുൻതൂക്കം നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറാൻ വഴങ്ങുന്നില്ല. ഇതിനിടയിൽ ഇടയ്ക്കിടെ ചില ആക്രമണങ്ങൾ നടക്കുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയും ട്രംപുമൊക്കെ വല്ലാത്തൊരു കുരുക്കിൽപ്പെട്ട് കിടക്കുകയാണ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഈ യുദ്ധം 5 മാസം നീളും എന്ന് അമേരിക്ക ഒരു ഘട്ടത്തിലും കണക്കുകൂട്ടിയിരുന്നില്ല. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാളെ ഉദ്ധരിച്ചുകൊണ്ട് നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ NBS റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അതാണ് ഇപ്പോൾ അമേരിക്കയെ കുഴയ്ക്കുന്നത്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടായി. ശക്തമായ പ്രതിരോധമാണ് ഇറാൻ തീർക്കുന്നത്. ആദ്യ ദിവസം തന്നെ നിർണായക നേട്ടങ്ങൾ കൈവരിക്കാനായി എന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും 6ാം മാസത്തിലേക്ക് ഈ യുദ്ധം കടക്കുന്നത് രാഷ്ട്രീയപരമായി കൂടി ട്രംപിന് വലിയ ക്ഷീണമുണ്ടാക്കും. കാരണം മിഡ് ടേം ഇലക്ഷൻ അടക്കം അമേരിക്കയിൽ വരാനിരിക്കുന്നു. മാത്രമല്ല, ഈ യുദ്ധത്തെക്കുറിച്ച് അമേരിക്കയിൽ പൊതുജനങ്ങളുടെ ഇടയിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. മാത്രമല്ല, എന്ത് കാരണത്തിലാണ് ഈ യുദ്ധം തുടങ്ങിയതെന്നും ഇത് എവിടെ എത്തിക്കണം എന്നതിനെക്കുറിച്ചും ഒരു കൃത്യമായ എൻ പ്ലാൻ ഇപ്പോഴും അമേരിക്കയുടെ പക്കൽ ഇല്ല. മാത്രമല്ല, മധ്യസ്ഥ രാജ്യങ്ങളടക്കം മുൻകൈ എടുത്തുകൊണ്ട് നടത്തുന്ന നയതന്ത്ര ചർച്ചകളും ഒത്തുതീർപ്പ് ശ്രമങ്ങളുമെല്ലാം വിഫലമാകുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ട്രംപ് പറഞ്ഞ് ഒരു 13 ദിവസത്തെ തുടർച്ചയായ ആക്രമണങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു നയതന്ത്ര സാധ്യതകൾ തുറന്നിട്ടുകൊണ്ടാണ് ട്രംപ് താൽക്കാലികമായെങ്കിലും ആക്രമണം നിർത്തിവച്ചിരുന്നത്. എന്നാൽ ആ 5 ദിവസത്തിനു ശേഷം കഴിഞ്ഞ ദിവസം സാഹചര്യങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന സമാനമായ സാഹചര്യത്തിലേക്ക് ഇന്നലെ കാര്യങ്ങൾ എത്തി. ഇപ്പോഴും ആക്രമണവും പ്രത്യാക്രമണവും തുടരുന്നു. മാത്രമല്ല, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സൗദി കൂടി ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കഴിഞ്ഞ ദിവസം സൗദി നടത്തിയ നീക്കങ്ങളും നിർണായകമാണ്. കാരണം ഹോർമൂസിൽ അടക്കം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടിലാണ് ഇറാൻ ഇപ്പോഴും ഉള്ളത്. പല ഘട്ടങ്ങളിലായി ഹോർമൂസിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം എന്ന് ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ ഇടപെടലോടുകൂടി ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതിനൊന്നും വഴങ്ങാൻ അവർ സന്നദ്ധരായിട്ടില്ല. അത് വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്നു.
പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് 3 സാധ്യതകളാണ് ഇനിയുള്ളത്. ഒന്ന്, ഈ യുദ്ധം അനന്തമായി തുടരുക. 2, ഹോർമൂസിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ധാരണയിൽ എത്തുക. അതല്ലെങ്കിൽ മൂന്നാമതായി മധ്യസ്ഥ രാജ്യങ്ങൾ മുൻകൈയെടുത്ത് ഒരു ഒത്തുതീർപ്പ് ഫോർമുല വിജയകരമായി നടപ്പാക്കുക. പക്ഷേ ഈ 3 കാര്യങ്ങളിലും അനിശ്ചിതത്വം തുടരുകയാണ്. ഒരു രീതിയിലും ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഫോർമുലകൾ മുന്നിൽ തെളിയുന്നില്ല. മാത്രമല്ല, ഹൂതി അടക്കം ഇറാനെ പിന്തുണയ്ക്കുന്ന മറ്റ് കക്ഷികളുടെ ഭാഗത്തു നിന്നും മറ്റ് കടലിടുക്കുകളിൽ ബാബൽ മന്ദബിലടക്കം കടുത്ത വെല്ലുവിളികൾ ഉയരുകയും ചെയ്യുന്നു. ഈ പശ്ചാത്തലമാണ് ഇപ്പോൾ സങ്കീർണമാകുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം സൗദി മുൻകൈയെടുത്ത് ഒരു നാവിക പ്രതിരോധ സഖ്യത്തിന് രൂപം നൽകിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഹോർമൂസിൽ ഇറാൻ വലിയ വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ കൂടി വേണം ഈ നീക്കത്തെ കാണാൻ. 14 രാജ്യങ്ങൾ ഈ നാവിക പ്രതിരോധ സഖ്യ നീക്കത്തിൽ ഒപ്പുവച്ചിട്ടുണ്ട്. മാത്രമല്ല, 43 രാജ്യങ്ങളുടെ പ്രതിനിധികളെ ഈ ചർച്ചയ്ക്കായി ക്ഷണിക്കുകയും ചെയ്തിരുന്നു. കൂടുതൽ രാജ്യങ്ങൾ ഇതിൽ ഒപ്പിടുമെന്നാണ് സൗദി പ്രതീക്ഷിക്കുന്നതും. എന്തായാലും ചെങ്കടലിലും ഏദൻ കടലിലും ഒപ്പം ബാബൽ മന്ദപ്പിലുമൊക്കെ അന്താരാഷ്ട്ര കപ്പൽ ജലപാതയിൽ സുരക്ഷിതത്വവും സംരക്ഷണവും ഉറപ്പാക്കുന്നതിനാണ് ഈ സഖ്യം എങ്കിൽ കൂടിയും അത് ലക്ഷ്യം വയ്ക്കുന്നത് ഹോർമൂസിനെ കൂടി തന്നെയാണ്. ഏതായാലും പുതിയ സഖ്യങ്ങൾ രൂപപ്പെടുമ്പോൾ അതിനോട് ഇറാൻ്റെ പ്രതികരണം എങ്ങനെയാകും എന്നതും നിർണായകമാണ്. എന്തായാലും സൗദി കിരീടാവകാശി സിറിയൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ചു. നിലവിലെ സാഹചര്യങ്ങൾ കൂടുതൽ കലുഷിതമാകുന്നത് ഒഴിവാക്കാൻ നയതന്ത്ര ചർച്ചകൾക്ക് ശ്രമിക്കണമെന്നൊരു ധാരണ അവർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനായി ചർച്ചകൾ തുടരുകയും ചെയ്യും. എന്തായാലും ഇന്നലെ US നടത്തിയ ആക്രമണവും അതിനോട് ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണങ്ങളും ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് കുവൈറ്റ്, ജോർദാൻ എന്നിവിടങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം. എന്തായാലും കുവൈത്തിൽ എയർബേസിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ട്രംപ് അസംതൃപ്തനാണ്. യുദ്ധം തുടങ്ങി വെക്കുകയും ചെയ്തു. പക്ഷേ അത് അവസാനിപ്പിക്കാനും സാധിക്കാത്ത ഒരു പശ്ചാത്തലത്തേക്ക് ആ രാജ്യം എത്തുകയാണ്. ആരാണ് ഇതിന് മുൻകൈ എടുക്കുക എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ പാകിസ്ഥാൻ പോലും ഉപേക്ഷിച്ച മട്ടാണ്. ഇടയ്ക്ക് കാര്യമായി ഇറങ്ങിയ പാകിസ്ഥാൻ പോലും ഇത്തരം ശ്രമങ്ങൾ ഉപേക്ഷിച്ച മട്ടാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ഒന്ന് കടക്കണം. പ്രധാനപ്പെട്ട കാര്യം ഒന്ന് പരിശോധിക്കണം. അത് ഇറാൻ അവർ ഉദ്ദേശിക്കുന്ന എന്താണ് എന്നുള്ളതാണ്. കാരണം 10-15 ദിവസത്തെ യുദ്ധത്തിന് ശേഷം 5 ദിവസത്തോളം അമേരിക്ക നിശബ്ദമായിരുന്നു. അവർ ഇറാനെ ആക്രമിക്കാൻ തയ്യാറായില്ല. പക്ഷേ ഇതിനിടയിൽ വളരെ പെട്ടെന്ന് ജോർദാനിലെ ഒരു US താവളത്തിലേക്ക് ഇറാൻ വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായ മിസൈൽ ആക്രമണം അഴിച്ചുവിടുകയാണ്. അതെന്താണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ് ലോകത്തിലെ ഡിഫൻസ് വിദഗ്ധർ പ്രധാനമായും ചിന്തിച്ചത്. കാരണം US ഇറാൻ നേരിട്ടുള്ള പോരാട്ടത്തിലെ ദുർബലമായ ഒരിടവേള, അവിടെ ആക്രമണം ഫലപ്രദമായി അവസാനിപ്പിക്കുകയും ഇറാനുള്ള ആക്രമണം പുനരാരംഭിക്കാൻ വാഷിംഗ്ടനെ പ്രേരിപ്പിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ടാവുകയാണ്. അതും അസാധാരണമായിരുന്നു. കാരണം അതിനെ തുടർന്ന് തുടർച്ചയായി ഇറാനിലേക്ക് അതിശക്തമായ ആക്രമണം ആരംഭിക്കാൻ അമേരിക്ക നിർബന്ധിതമാവുകയായിരുന്നു. വെടിനിർത്തലായിരുന്നു ഇറാൻ്റെ അല്ലെങ്കിൽ ടെഹ്റാൻ്റെ മുൻഗണന എങ്കിൽ എന്തിന് ജോർദാനെ ആക്രമിച്ചു എന്നുള്ള ചോദ്യമാണ് ഡിഫൻസ് വിദഗ്ധർ മാധ്യമങ്ങൾ മുന്നോട്ട് വെച്ചത്. നിയന്ത്രിത ഏറ്റുമുട്ടലിന്, അതായത് ഇറാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് നിയന്ത്രിതമായ ഒരു ഏറ്റുമുട്ടലാണ് എന്നുള്ള വ്യാഖ്യാനത്തിന് ശക്തി പകരുന്നതാണ് ഇത്തരത്തിലുള്ള ഇറാൻ്റെ പ്രവൃത്തികൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ തന്ത്രപരമായ സ്വാധീനം നൽകാൻ ഇറാന് അത് ഗുണം ചെയ്യും എന്നാണ് ഇപ്പോൾ ഇറാനിയൻ നേതാക്കൾ വിശ്വസിക്കുന്നത്. അവർ ടെഹ്റാനൊക്കെ അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപകട സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും പരിമിതമായ യുദ്ധം എന്തുകൊണ്ട് ഇറാൻ താല്പര്യപ്പെടുന്നു, അതിൻ്റെ ഗുണം ഇറാൻ എന്തായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്. അതായത് ഇതിന് വിശദീകരണം എന്ന് പറയുന്നത് ഒരു പൂർണ്ണ യുദ്ധത്തിന് ഒരു കാരണവശാലും ഇറാൻ തയ്യാറാകുന്നില്ല. പൂർണ്ണ യുദ്ധം നടത്തുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്, സംശയമില്ല. പക്ഷേ മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കാൻ ഇപ്പോൾ തന്നെ വലിയ തോതിലുള്ള സാങ്ഷൻസ് ഇവർക്ക് നേരെയുണ്ട്, അമേരിക്കയുടെയും മറ്റ് ലോകരാജ്യങ്ങളുടെയും. അതുമാത്രമല്ല, ലോകക്രമത്തിൽ തങ്ങൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല എന്നുള്ള ബോധ്യം കൂടി ആ രാജ്യത്തിന് ഉണ്ട്. എണ്ണവിലയുമായി ബന്ധപ്പെട്ട് യാതൊരു നിയന്ത്രണവുമില്ലാത്ത ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇപ്പോൾ ആക്രമണങ്ങൾ നിയന്ത്രിതമായി നടക്കുമ്പോൾ ഈ തങ്ങളുടെ പ്രശ്നങ്ങൾ ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഇറാൻ കാണുന്നുണ്ട്. അതുമാത്രമല്ല, ലോകക്രമത്തെ പലതരത്തിലും നിയന്ത്രിക്കാൻ
ഇറാന് സാധിക്കുന്നു ഈ സമ്മർദ്ദതന്ത്രങ്ങളിലൂടെ എന്നുള്ള വിലയിരുത്തലാണ് ടെഹ്റാൻ ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നമുക്കറിയാം ദുർബലമായ വ്യോമപ്രതിരോധമുണ്ട്, ദുർബലമായ വ്യാവസായിക അടിസ്ഥാന സൗകര്യങ്ങളാണ്, ഉപരോധങ്ങൾ മൂലം പരിമിതപ്പെടുന്ന സമ്പദ് വ്യവസ്ഥയാണ്, പുനർനിർമ്മാണ നഷ്ടങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതും ചെലവേറിയതുമാണ്. അതിനാൽ ഇറാന് പൂർണ്ണ യുദ്ധം പറ്റില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവശേഷിക്കുകയാണ്. പക്ഷേ അവർക്ക് വേണ്ടത് ഇത്തരത്തിൽ നിയന്ത്രിതമായ യുദ്ധങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. നിലവിലെ സാഹചര്യങ്ങളിൽ ഒരു നീണ്ട വെടിനിർത്തൽ ടെഹ്റാനെ ദുർബലമായ അവസ്ഥയിലേക്ക് എത്തിച്ചേക്കാം എന്നാണ് ഇറാൻ കരുതുന്നത്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് നേരെയുള്ള US നാവിക ഉപരോധം തുടരും. ആ എല്ലാ ഉപരോധങ്ങളും നിലനിൽക്കും. അന്താരാഷ്ട്ര ഊർജ്ജ വിപണികളിൽ നിന്ന് ഇറാൻ വലിയ തോതിൽ ഒഴിവാക്കപ്പെടും. അതേ സമയത്ത് തന്നെ സൗദി അറേബ്യയും UAEയും ഖത്തറും മേഖലയിലെ മറ്റ് എണ്ണവാതക കയറ്റുമതി രാജ്യങ്ങളും സാധാരണ കയറ്റുമതി പുനരാരംഭിക്കും. അവർ പഴയപടി എത്തും. പക്ഷേ ഇപ്പോൾ ഇവർക്കൊന്നും യാതൊരു തരത്തിലും എണ്ണ കയറ്റുമതി ചെയ്യാൻ പറ്റാത്ത ഒരു പശ്ചാത്തലമാണ്. അതാണ് ഇറാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാമ്പത്തികമായി ഒറ്റപ്പെട്ട അവസ്ഥ മാറും എന്നും അവർ പ്രതീക്ഷിക്കുന്നു. അതായത് പരിമിതമായ സംഘർഷം ഈ ഭൂപ്രകൃതിയെ മാറ്റിയേക്കാം എന്നുള്ള ചിന്തയിലാണ് ഇറാൻ ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വലിയ തോതിലുള്ള സാമ്പത്തികമായി വലിയ പ്രശ്നം ഇറാൻ ഉണ്ടാക്കുന്നുണ്ട് ഈ യുദ്ധം അല്ലെങ്കിൽ ഈ നിയന്ത്രിതമായ ആക്രമണം എങ്കിൽ പോലും അൽമന്താവ് പോലെയുള്ള ബാബ് അൽമന്താവ് പോലെയുള്ള ഒപ്പം ഹോർമുസ് പോലെയുള്ള പല മേഖലകളും സ്വാധീനിക്കാൻ ഹൂതികളുടെയും ലെബനന്റെയും ഒക്കെ സഹായത്തോടെ ഈ സമയത്ത് തങ്ങൾക്ക് സാധിക്കുന്നു. ഒപ്പം തങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് തങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് എല്ലാവർക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആകുന്നു. പ്രത്യേകിച്ചും കപ്പൽ ഉടമകൾക്ക്, സർക്കാരുകൾക്ക്, ഇറക്കുമതിക്കാർക്കൊക്കെ ഇറാൻ്റെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു പശ്ചാത്തലം ഒരുക്കാൻ സാധിക്കുന്നുവെന്നാണ് ടെഹ്റാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പൂർണ്ണ യുദ്ധവിരാമം ഇറാൻ ആഗ്രഹിക്കാത്തത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുതന്നെയാണ് ഇറാൻ ഇടയ്ക്കിടെ ഇപ്പോൾ അമേരിക്ക ഒരു പീസിലേക്ക് പോകുന്നുവെങ്കിൽ പോലും ഒരു തരത്തിലും ഇറാൻ അങ്ങനെ പൂർണ്ണമായ ഒരു യുദ്ധവിരാമം ആഗ്രഹിക്കാത്തതിൻ്റെ പിന്നിൽ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സമ്മർദ്ദം തുടരാം, തങ്ങൾക്ക് സമ്പൂർണ്ണ യുദ്ധത്തിൻ്റെ പരിധിക്ക് താഴെ പ്രതിസന്ധി സജീവമാക്കി നിലനിർത്താം, സാമ്പത്തിക ഉപരോധം, ഒറ്റപ്പെടൽ എന്നിവയിൽ നിന്ന് മാറി നിൽക്കാം. ഒപ്പം തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനുള്ള ഏറ്റവും നിർണായക വഴിയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് എന്ന തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങൾ കൂടി ടെഹ്റാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്കിടെയുള്ള ആക്രമണങ്ങൾ ഇറാൻ നടത്തുന്നത് എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിലവിലെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ കഴിയുമെന്ന് അവർക്ക് ഉറപ്പില്ല. പ്രധാന വിരോധാഭാസം അതാണ്. ഒരു നിയന്ത്രിത സംഘർഷം നിലവിൽ ഒരു അപൂർണ സമാധാനത്തെക്കാളും കൂടുതൽ സ്വാധീനം നൽകിയേക്കാം എന്നുള്ള വിലയിരുത്തൽ ടെഹ്റാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് മാത്രമല്ല, ആഗോള വിപണികളിൽ സമ്മർദ്ദം നിലനിർത്തുക എന്ന ആവശ്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് എന്ന് കണക്കാക്കുന്നു. പക്ഷേ അപ്പോഴും ഈ യുദ്ധത്തിൻ്റെ ഒരു കാഠിന്യം വലുതാണ്. യുദ്ധം ഇറാനുണ്ടാക്കുന്ന പ്രതിസന്ധികൾ ചെറുതല്ല. ആഭ്യന്തരമായി പലവിധ പ്രശ്നങ്ങളുണ്ട്, പണപ്പെരുപ്പമടക്കമുള്ള വിഷയങ്ങളുണ്ട്, വിലക്കയറ്റം അവരെ വല്ലാതെ ബാധിക്കുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തങ്ങളെ ലോകക്രമത്തിൽ സജീവമാക്കി നിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് നിയന്ത്രിതമായ ആക്രമണങ്ങളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറാനിലെ ഭരണകൂടം നീങ്ങുന്നത് എന്നാണ് പ്രതിരോധ വിദഗ്ധർ കണക്കുകൂട്ടുന്നത്. മറ്റു വാർത്തയിലേക്ക്, ഗാസയിൽ ബോർഡ് ഓഫ് പീസ് പദ്ധതി അംഗീകരിച്ച് ഹമാസ്. പൂർണ്ണമായും നിരായുധീകരണത്തിന് ഹമാസ് സമ്മതിച്ചിരിക്കുകയാണ്. ഹമാസ് നിരായുധീകരണം തയ്യാറായാൽ ഇസ്രായേൽ പിൻവാങ്ങുമെന്നാണ് ബോർഡ് ഓഫ് പീസ് കരാറിലുള്ളത്. ഇക്കാര്യത്തിൽ ഇസ്രായേലിൻ്റെ പ്രതികരണമാണ് ഇനി നിർണായകമാകുന്നത്. പുതിയ അതോറിറ്റിക്ക് കീഴിൽ പാലസ്തീനെ കൊണ്ടുവരുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാർത്തിക് ചേരുന്നുണ്ട്. കാർത്തിക്, US-ന്റെ വലിയ കഠിനമായ ശ്രമമുണ്ടായിരുന്നു. പക്ഷേ ഇസ്രായേലിൻ്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം ലഭ്യമായിട്ടില്ല. അതാണ് നിർണായകമായുള്ളത്. എന്താണ് ഗസയിൽ സംഭവിക്കുന്നത്? നിരായുധീകരണത്തിന് ഹമാസ് സമ്മതിച്ചത് ഏത് ഘട്ടത്തിലാണ്? രഞ്ജിത്ത്, ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ 6 മാസം മുൻപാണ് ട്രംപ് മുൻകൈയെടുത്ത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ 20 ദിന സമാധാന പദ്ധതിക്ക് രൂപം നൽകിയത്. ഇതിൻ്റെ ആദ്യഘട്ടം വെടിനിർത്തൽ, രണ്ടാം ഘട്ടം നിരായുധീകരണം, ഒപ്പം മറുവശത്ത് ഇസ്രയേൽ സൈന്യം പിന്മാറുക, മൂന്നാമതായി പാലസ്തീന് പുതിയൊരു ഭരണസമിതി, നാലാമതായി തകർന്ന ഗസയുടെ പുനർനിർമ്മാണത്തിന് ആവശ്യമായ നടപടികൾ. ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിലായാണ് ഈ 20 ദിന പദ്ധതികളിൽ ഉള്ളത്. എന്നാൽ ആദ്യഘട്ട വെടിനിർത്തലിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ഏറെ നാൾ അനിശ്ചിതത്വത്തിലായിരുന്നു. ഈജിപ്ത്, ടർക്കി, അതോടൊപ്പം തന്നെ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ സജീവമായി ഹമാസുമായി ചർച്ചയിലായിരുന്നു. കഴിഞ്ഞ ദിവസം കൈറോയിൽ വെച്ചും ഈ ചർച്ച സജീവമായി നടന്നു. കഴിഞ്ഞ ഇടെയാണ് ഹമാസിൽ തെരഞ്ഞെടുപ്പ് നടന്നതും പുതിയ തലവൻ, ഹമാസിൻ്റെ തലവനായി പുതിയ ആൾ എത്തിയതും. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുപ്രധാനമായ പ്രഖ്യാപനം ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അതായത് നിരായുധീകരണത്തിന്
ഹമാസ് തയ്യാറാകുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇതൊരു നിർണായക വഴിത്തിരിവാകും എന്ന് പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. നിരായുധീകരണം പ്രാവർത്തികമായാൽ അത് വലിയൊരു നേട്ടം ആകും എന്നും അവകാശവാദങ്ങൾ ഉണ്ട്. ട്രംപ് അടക്കം ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പോസ്റ്റിൽ ഇതിന് മധ്യസ്ഥത വഹിച്ച രാജ്യങ്ങളെ അഭിനന്ദിക്കുന്നതിനൊപ്പം ബോർഡ് ഓഫ് പീസ് നിർണായക കരാറിൽ എത്തിച്ചേർന്നുവെന്നും ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നിർണായക ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുമാണ് അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ട വെടിനിർത്തൽ നമുക്കറിയാം, പക്ഷേ അതിനുശേഷവും അതിശക്തമായ ആക്രമണം അവിടെ ഇസ്രായേൽ തുടർന്നു. കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതൊക്കെ ഒരു വശത്തുണ്ട് എങ്കിൽ കൂടിയും ഇപ്പോൾ ഹമാസ് നിരായുധീകരണത്തിന് തയ്യാറായത് ഒരു സുപ്രധാന വഴിത്തിരിവാണ്. അതായത് ഹമാസിനൊപ്പമുള്ള ഹമാസിനെ പിന്തുണയ്ക്കുന്ന മറ്റു സംഘടനകളും അവരുടെ ആയുധങ്ങൾ വയ്ക്കുന്നതാണ്. അതായത് അവരുടെ ആയുധങ്ങൾ നിരായുധീകരിക്കുന്നതാണ്. ഇതിന് 14 ദിവസത്തെ ഒരു ഷെഡ്യൂൾ തയ്യാറാക്കും. അതിനുശേഷം ഇതിന് ഒരു ഭരണസമിതിയുണ്ട്. ആ ഭരണസമിതി ഈ ആയുധങ്ങളുടെയൊക്കെ നിയന്ത്രണം ഏറ്റെടുക്കും. ഇത് ഇസ്രായേലിനോ മറ്റേതെങ്കിലും മൂന്നാമതൊരു രാജ്യത്തിനോ കൈമാറില്ല. ഇതിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം രൂപീകരിക്കുന്ന സമിതിക്കായിരിക്കും. അത്തരത്തിലാണ് ഇതിലെ വ്യവസ്ഥകൾ ഉള്ളത്. ഇതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ അതൊരു സുപ്രധാന നേട്ടം തന്നെയായിരിക്കും. എന്തായാലും അസാധാരണം എന്ന് കരുതിയിരുന്ന, അസംഭവ്യം എന്ന് കരുതിയിരുന്ന ഒരു കാര്യം ഇപ്പോൾ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായി വന്നിരിക്കുന്നു. അവർ നിരായുധീകരണത്തിന് തയ്യാറാകുന്നു. അത് ഈ ബോർഡ് ഓഫ് പീസ് രൂപീകരിച്ച ശേഷമുള്ള ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലെ സമാധാന നീക്കങ്ങളിൽ ഏറെ നിർണായകമായ ഒരു നാഴികക്കല്ലാകും, അതൊരു വഴിത്തിരിവാകും എന്നാണ് കണക്ക് കൂട്ടുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ സമാധാന എന്ന് പറയുമ്പോഴും എന്താണ് ഗസയിൽ അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അവിടെ വല്ലാതെ ദുരിതത്തിലാണ് ഇപ്പോൾ അവശേഷിക്കുന്നവർ എന്നാണ് ലോകമാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ചും പുറത്തുവരുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ അനുസരിച്ചും മനസ്സിലാക്കേണ്ടത്. യുദ്ധം അവസാനിച്ചിട്ടില്ല, അതൊരു വലിയ നുണയാണ് എന്നൊരു ഗാസ നിവാസി പറയുകയാണ്. ദിവസവും ആക്രമണങ്ങളും ആളുകളെ കുടിയൊഴിപ്പിക്കലും പലായനം ചെയ്യേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇസ്മായിൽ കാഷ്കോ എന്ന ഗാസ നിവാസിയാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം വേദനയോടെ പറഞ്ഞത്. സൈനികർ അടുത്തു വരുമ്പോൾ വെടിയേൽക്കുമോ എന്ന് തൻ്റെ കുടുംബം ഭയപ്പെട്ടിരുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. അങ്ങനെ ഓരോ ദിവസവും പ്രാണഭയത്താലാണ് ആ ഗാസയിൽ അവശേഷിക്കുന്ന ആളുകൾ കഴിയുന്നത്. ഇവർക്കൊക്കെ വീടുകൾ നഷ്ടപ്പെട്ടവരാണ് ഇവരിൽ പലരും. വീടുകൾ ഈ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടു. വലിയ കൂടാരങ്ങൾക്കുള്ളിൽ നിരവധി ഫാമിലികൾ കഴിയുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ ഈ കൂടാരങ്ങൾ പോലും തകർക്കുന്ന നീക്കങ്ങളാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം പൂർണ്ണമായും ഗാസയിലുള്ള ജനങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അന്താരാഷ്ട്ര തലത്തിലുള്ള ചില നിയന്ത്രണങ്ങളും അമേരിക്കയുടെ നിർദ്ദേശങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊന്നും അനുസരിക്കാൻ ഈ മേഖലയിൽ ഇസ്രായേൽ സമ്മതിക്കുന്നില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്. ഐക്യരാഷ്ട്ര സഭയുടെ മാനുഷിക സഹായ വിഭാഗമായ OCHAയുടെ കണക്കനുസരിച്ച് സദൂണിലെ ഏകദേശം 30 കുടുംബങ്ങൾക്ക് കൂടാരങ്ങൾ പോലും നഷ്ടപ്പെട്ട അവസ്ഥയാണ്. അവർ അടിസ്ഥാന ആവശ്യ സാധനങ്ങൾ എത്തി നൽകേണ്ടി വരികയും മറ്റും ചെയ്യുകയാണ് ഐക്യരാഷ്ട്ര സഭ. കാരണം ഈ കൂടാരങ്ങൾ, കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊന്നും ഇല്ലാതെ കൂടാരങ്ങളിൽ യാതൊരു സുരക്ഷിതവും ഇല്ലാതെ കഴിയുന്നവരുടെ പോലും അവരെ പോലും പുറത്താക്കുക എന്ന നിലപാടിലേക്ക് ഇസ്രായേൽ സേന മാറുന്ന ഒരു പശ്ചാത്തലമാണ്. ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ ഇത് വളരെ വ്യക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കിഴക്ക് ഭാഗത്ത് ഈ നേരത്തെ കരാർ അനുസരിച്ച് ഉണ്ടാകാൻ പാടില്ലാത്ത സ്ഥലത്ത് ഇസ്രായേൽ സൈന്യം പുതിയൊരു താവളം നിർമ്മിക്കുകയാണ്. അവിടെ ബുൾഡോസറുകൾ വന്ന് ഭാരമേറിയ യന്ത്രശ്രാമികളും മറ്റും ഉപയോഗിച്ച് ആ ഭാഗത്തുള്ള മറ്റ് കെട്ടിടങ്ങൾ ഇടിച്ചു നിർത്തുന്ന പശ്ചാത്തലമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് സുരക്ഷാ മേഖല, ഭൗതികമായ തടസ്സം, രഹസ്യാന്വേഷണ ശേഷി, സാങ്കേതിക സംവിധാനങ്ങൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾ, ഇത്തരത്തിൽ IDF സൈനികരുടെ പ്രവർത്തനങ്ങൾ ഒക്കെ ഈ മേഖലയിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് ഇത്തരത്തിലുള്ള നിലപാടുകളും മറ്റും അവർ വ്യക്തമാക്കുന്നത്. ഒരു തവണ അല്ല, പലതവണ പല സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ട അവസ്ഥയാണ് ഈ പ്രദേശങ്ങളിലുള്ളവർക്ക് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം പലായനം ചെയ്ത് അവർക്ക് എങ്ങോട്ടും പോകാൻ ഇടമില്ലാത്ത പശ്ചാത്തലമായി വന്നിരിക്കുകയാണ്. ഗാസ മുനമ്പിൽ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ അടയാളപ്പെടുത്താനായി ഇസ്രായേൽ സൈന്യം മഞ്ഞ കോൺക്രീറ്റ് ബ്ലോക്കുകളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കോൺക്രീറ്റ് ബ്ലോക്കുകൾ സ്ഥാപിക്കുന്നത് അവർക്കിഷ്ടമുള്ള സ്ഥലത്താണ്. കരാർ അനുസരിച്ചോ അല്ലെങ്കിൽ അമേരിക്കൻ നിർദ്ദേശപ്രകാരമോ ഒന്നുമല്ല. അതായത് വടക്കൻ ഗാസയിലെ അൽ തുഫയിൽ താമസിക്കുന്ന കുടുംബങ്ങൾ കഴിഞ്ഞ ദിവസം രാവിലെ ഉണർന്നപ്പോൾ കണ്ടത് ഗസയിലെ വടക്ക് തെക്ക് ദിശയിൽ കടന്നു പോകുന്ന പ്രധാന പാതയായ സലാഹ് അൽ ദിൻ റോഡിൻ്റെ മധ്യഭാഗത്ത് പടിഞ്ഞാട്ടേക്ക് മാറ്റി സ്ഥാപിച്ച ബ്ലോക്കുകൾ. അതായത് ഈ സൈന്യം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ബ്ലോക്കുകൾ സ്ഥാപിച്ച് ഗാസയുടെ വലിയൊരു ഭാഗം ഇപ്പോൾ കയ്യേറി കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി
പല കുടുംബങ്ങളുടെയും വീടുകൾ അവർ തകർക്കുന്ന പശ്ചാത്തലമുണ്ടായി. അത് മാത്രമല്ല, നിരവധി ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും അവരെ അവിടെ നിന്ന് പലായനം ചെയ്യിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാവുകയാണ്. അത്തരത്തിൽ ഒരു ഇടപെടലും മാനുഷികമായി ആ മേഖലയിൽ ഉണ്ടാകുന്നില്ല എന്നാണ് പല തെളിവുകളും പുറത്തു വരുന്നത്. അപമാനത്തെക്കാൾ നല്ലത് മരണമാണ്, ആരും ഞങ്ങൾക്ക് തുണയില്ല എന്നാണ് ഗസ നിവാസികൾ പറഞ്ഞു വെക്കുന്നത്. ഹമാസും ഇസ്രായേലും തമ്മിൽ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ പ്രകാരം ഗസയിൽ ഉടനീളമുള്ള തങ്ങളുടെ സേനയെ മഞ്ഞവര എന്ന് നിശ്ചയിച്ചിട്ടുള്ള അതിർത്തിയിലേക്ക് പിൻവലിക്കാൻ ഇസ്രായേൽ സമ്മതിച്ചതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. പക്ഷേ ആ മഞ്ഞവരയ്ക്ക് പിന്നിലുള്ള പ്രദേശത്തിൻ്റെ ഏതാണ്ട് ഗാസയുടെ മൊത്തം വിസ്തൃതി 53% വരുന്ന ഭാഗത്തിൻ്റെ താൽക്കാലിക നിയന്ത്രണം ഇസ്രായേൽ നൽകാമെന്നായിരുന്നു കരാർ. ഇപ്പോൾ തന്നെ ഏതാണ്ട് 75% സ്ഥലങ്ങൾ ആ മേഖലയിൽ IDF നിയന്ത്രണത്തിലാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത് കൂടി ഇതിൻ്റെ ഭാഗമായാണ്. അത് വല്ലാതെ വ്യാപിപ്പിക്കുകയും ചെയ്യും എന്ന കാര്യം അദ്ദേഹം പരസ്യമായി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. അങ്ങനെ ഓരോ മേഖലയിൽ നിന്നും പിന്മാറേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഹമാസിലെ സാധാരണക്കാർക്കുള്ളത്, അല്ലെ ഗസയിലെ സാധാരണക്കാർക്കുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. IDF സുരക്ഷാ വിന്യാസങ്ങളും സുരക്ഷാ ലൈനുകളും ഇസ്രായേൽ പൗരന്മാരെ സംരക്ഷിക്കുന്നതിനും ഹമാസിന്റെ ഭീകര സേനയെ പുനർനിർമ്മിക്കുന്നതിൽ നിന്ന് തടയുന്നതിനുമാണ് എന്നാണ് ഇസ്രായേലിന്റെ ഈ വിഷയത്തിലെ ന്യായീകരണം. അത് അങ്ങനെയാണ് പൂർണ്ണമായും ഈ മഞ്ഞരേഖയിലെ കോൺക്രീറ്റ് ബ്ലോക്കുകൾ കൊണ്ട് അടയാളപ്പെടുത്തി ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴും ഇസ്രായേൽ അവിടെ കൃത്യമായി തന്നെ തങ്ങളുടെ അധിനിവേശം വീണ്ടും വീണ്ടും സ്ഥാപിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് 42 കിലോമീറ്ററിലധികം ഭൂവിസ്തൃതിയുടെ 42 കിലോമീറ്റർ അധികം ഇപ്പോൾ തന്നെ കയ്യേറി കഴിഞ്ഞു ഇസ്രായേൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. വലിയ തോതിലുള്ള അധിനിവേശം ഇപ്പോഴും നടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് മാത്രമല്ല, ദീർഘകാലത്തേക്കുള്ള അധിനിവേശത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ പുറത്തു വരികയും മറ്റും ചെയ്യുന്നത്. അങ്ങനെ ആരും ഇടപെടാതെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹമാസ് നിരായുധീകരണത്തിന് സമ്മതിച്ചു എന്നുള്ളതാണല്ലോ, കരാറുകളിലൊക്കെ ഒപ്പുവെച്ചു എന്നുള്ളതാണല്ലോ. പക്ഷേ അവിടെ ഈ ഇപ്പോഴുള്ള ബാക്കി നിൽക്കുന്ന ഗാസ നിവാസികളുടെ സുരക്ഷത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ഉറപ്പും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു ഗതികേട്. ഐക്യരാഷ്ട്ര സഭയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വലിയതോതിൽ ഇടപെടൽ നടത്തുന്നുണ്ടെങ്കിലും സമാധാനത്തിനുള്ള അല്ലെങ്കിൽ അവർക്ക് അതിജീവനത്തിലുള്ള സാധന സാമഗ്രികൾക്ക് നൽകുന്നുണ്ട് എങ്കിലും ഡസൻ കണക്കിന് കുടുംബങ്ങൾ ഇപ്പോഴും മോട്ടോർ സൈക്കിളുകളും കൈവശം കിട്ടിയ സാധന സാമഗ്രികൾക്ക് തിടുക്കത്തിൽ കെട്ടിവെച്ച് വളരെ പെട്ടെന്ന് പ്രദേശം വിട്ടുപോകാൻ ശ്രമിക്കുന്നതിൻ്റെ കാഴ്ചകളൊക്കെ ഇപ്പോഴും ആ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പശ്ചാത്തലമുണ്ട്. അതുമാത്രമല്ല, ഇസ്രായേലിൻ്റെ വെടിവെപ്പുകൾ, ഡ്രോൺ ആക്രമണങ്ങളൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. പലതും പുറത്തു വരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് വലിയ തോതിലാണ് ഈ പ്രദേശങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഇവരെങ്ങോട്ടേക്ക് പോകും എന്നറിയാൻ വയ്യാതെ വല്ലാതെ ഉഴലുന്ന സ്ത്രീകളടക്കമുള്ള കുട്ടികളടക്കമുള്ള നിരവധി ജനങ്ങളെ ഈ മേഖലയിൽ കാണാം എന്നുള്ളതാണ് ഇവിടുത്തെ ഗതികേട്. അമേരിക്ക ഇടപെട്ടാലും സമാധാന ശ്രമങ്ങളുമായൊക്കെ മുന്നോട്ട് പോയാൽ പോലും ഒരു തരത്തിലും ഇവിടെയുള്ളവർക്ക് സുരക്ഷിതത്വമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കെട്ടിടങ്ങൾ നശിപ്പിക്കപ്പെടുന്നു, സൈനിക താവളങ്ങളും ഔട്ട് പോസ്റ്റുകളും കൂടുതലായി നിർമ്മിക്കപ്പെടുന്നു. ഇതെല്ലാം ഇസ്രായേൽ സേനയുടെ അധിനിവേശം ചൂണ്ടിക്കാണിക്കുന്നതാണ്. ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഒരു ഭരണകൂടം അവിടെ കൃത്യമായി ഇല്ലാത്തതുകൂടി ഈ ജനതയുടെ ദുരിതത്തിന് വലിയ കാരണമായിട്ടുണ്ട്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ
വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. നമ്മുടെ പണമിടപാടുകളെയും ഔദ്യോഗിക രേഖകളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളുടെ ആഴവും ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന കഴിഞ്ഞ 2 മാസമായി മാധ്യമങ്ങൾക്ക് നൽകുന്ന അഭിമുഖത്തിൽ അവർ പറയുന്നത് എത്രയും പെട്ടെന്ന് തൻ്റെ മാതൃരാജ്യത്തേക്ക് ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകും എന്നാണ്. പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശിലെ നിയമമന്ത്രി വലിയൊരു വെല്ലുവിളി ഇവർക്കെതിരെ ഉയർത്തിയിരിക്കുകയാണ്. രാജ്യത്ത് കാല് കുത്തുന്ന നിമിഷം തന്നെ അറസ്റ്റ് ചെയ്യപ്പെടും എന്നാണ് ബംഗ്ലാദേശ് നിയമമന്ത്രി എം അസദുസ്മാൻ വെല്ലുവിളിക്കുന്നത്. സ്വന്തം ജീവനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഡിസംബറോടെ രാജ്യം തിരിച്ചെത്താൻ താൻ ദൃഢനിശ്ചയം ചെയ്തതായി ഹസീന വാർത്താ ഏജൻസിയായ AFPയോട് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ബംഗ്ലാദേശ് നിയമമന്ത്രിയുടെ ഈ വെല്ലുവിളി. അതേസമയം 2025 നവംബറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഹസീനയ്ക്ക് അറസ്റ്റിലാകുന്നതിന് മുൻപ് കോടതിയിൽ നേരിട്ട് കീഴടങ്ങാൻ പോലും അവസരം ലഭിച്ചിരുന്നു വരില്ലെന്നും അസദ് സുമാൻ പറയുകയാണ്. തിരിച്ചുവരവിനുള്ള വഴി ഹസീനയ്ക്ക് എളുപ്പമായിരിക്കില്ല, അവർക്ക് മടങ്ങി വരാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞ അസദ് ഉസ്മാൻ എന്നാൽ നിയമം അതിൻ്റെ വഴിക്ക് പോകുമെന്നും നിയമം തന്നിൽ നിക്ഷിപ്തമാക്കിയ അധികാരം നടപ്പിലാക്കുമെന്നും വ്യക്തമാക്കുകയാണ്. യുവജന പ്രക്ഷോഭത്തിലൂടെ പുറത്താക്കപ്പെട്ടത് 2024 തുടർന്ന് അധികാരത്തിൽ വന്ന ഇടക്കാല സർക്കാർ നിരോധിച്ച അവാമി ലീഗിന്റെ നേതാവായ ഷെയ്ഖ് ഹസീനയുടെ പാസ്പോർട്ട് റദ്ദാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഹസീനയ്ക്ക് എങ്ങനെ തിരികെ വരാൻ കഴിയുമെന്ന ചോദ്യത്തിന് അത് അവരുടെ പ്രശ്നമാണെന്നും എന്റേതല്ല എന്നുമായിരുന്നു അസദ് ഉസ്മാന്റെ പ്രതികരണം. ഏതായാലും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ തുടർന്നാണ് സർക്കാർ അട്ടിമറിക്കപ്പെട്ടത്. 2024 മുതൽ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അജ്ഞാത കേന്ദ്രത്തിൽ പ്രവാസത്തിൽ കഴിയുകയാണ്. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റീനിയോയുടെ ലോകകപ്പ് സ്വകാര്യവൽക്കരണ പദ്ധതിക്കെതിരെ കടുത്ത നിലപാടുമായി യൂറോപ്യൻ ഫുട്ബോൾ ഭരണസമിതിയായ UEFA രംഗത്ത് വന്നിരിക്കുകയാണ്. ലോകകപ്പിന്റെ അവകാശങ്ങൾ സ്വകാര്യ നിക്ഷേപകർക്ക് വിൽക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് വരാനിരിക്കുന്ന മുഴുവൻ ഫിഫ ടൂർണമെന്റുകളും ബഹിഷ്കരിക്കാനാണ് 55 അംഗരാജ്യങ്ങളുള്ള UEFA ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരിക്കുന്നത്. UEFAയുടെ അടിയന്തര യോഗത്തിന് ശേഷമാണ് ലോക ഫുട്ബോളിനെ തന്നെ പിടിച്ചുകുലുക്കുന്ന ഈ ചരിത്ര പ്രഖ്യാപനമുണ്ടായത്. പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കാതെ ഇനിയൊരു ഫിഫ മത്സരത്തിലും യൂറോപ്യൻ ടീമുകൾ പങ്കെടുക്കില്ല എന്നാണ് UEFA പറയുന്നത്. ലോകകപ്പ് ഉൾപ്പെടെയുള്ള ഫിഫ ടൂർണമെന്റുകളുടെ വാണിജ്യ അവകാശങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ഒരു $20 ബില്യൺ കമ്പനി രൂപീകരിക്കാനാണ് ഫിഫ പദ്ധതിയിട്ടിരുന്നത്. ഇതിന്റെ 20% ഓഹരികൾക്ക് സ്വകാര്യ നിക്ഷേപകർ കൈമാറാനായിരുന്നു നീക്കം. വ്യവസായി ജോഷുവ കുഷ്ണറുടെ ന്യൂയോർക്ക് ആസ്ഥാനമായ കമ്പനിയാണ് ഇതിലെ പ്രധാന നിക്ഷേപകർ എന്ന വിവരം പുറത്തു വന്നിരുന്നു. ഈ ജോഷുവ കുഷ്ണർ ട്രംപിന്റെ മരുമകന്റെ അനിയനാണ്. ഈ പദ്ധതി അംഗീകരിക്കുകയാണെങ്കിൽ ഫിഫയിലെ 211 അംഗരാജ്യങ്ങൾക്കും $20 മില്യൺ വീതം ഏകദേശം 165 കോടിയിലധികം രൂപ നൽകുമെന്ന ഓഫറും ഫിഫ മുന്നോട്ട് വെച്ചിരുന്നു. സെപ്റ്റംബർ മധ്യത്തോടെ അംഗരാജ്യങ്ങൾ ഇത് അംഗീകരിക്കണമെന്നാണ് ഫിഫയുടെ നിലപാട്. ലോകകപ്പ് വിൽക്കാൻ ആർക്കും അവകാശമില്ല എന്നാണ് UEFA ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. സാമ്പത്തിക നീക്കത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ UEFA പ്രതികരിക്കുന്നു. ഫുട്ബോളിന്റെ ഭാവി ഏതാനും സ്വകാര്യ വ്യക്തികളുടെ ലാഭക്കൊതിക്ക് മുന്നിൽ പണയം വെക്കാൻ അനുവദിക്കില്ല എന്നും UEFA പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അതായത് വരും തലമുറയ്ക്കായി തങ്ങൾ നിലനിൽക്കുമെന്നാണ് UEFA പറയുന്നത്. പോളണ്ടിൽ നടക്കാനിരിക്കുന്ന വുമൻസ് അണ്ടർ-20 ലോകകപ്പാണ് അടുത്ത് വരാനിരിക്കുന്ന പ്രധാന ഫിഫ ടൂർണമെന്റ്. ഈ ടൂർണമെന്റ് ബഹിഷ്കരിക്കാൻ UEFA തീരുമാനിച്ചതോടെ വലിയ പ്രതിസന്ധി ഫുട്ബോൾ ലോകത്ത് ഉടലെടുത്തിരിക്കുകയാണ്. നമുക്കറിയാം UEFA ബന്ധപ്പെട്ട സ്പെയിന്, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ജർമ്മനി, ഇറ്റലി അങ്ങനെ ലോക ഫുട്ബോളിലെ വൻ ശക്തികളാണുള്ളത്. അവർ വിട്ടുനിന്നാൽ ഫിഫ ലോകകപ്പ് ടൂർണമെന്റുകളുടെ ഭാവി തന്നെ ചോദ്യചിഹ്നമാകുമെന്നാണ് വിവരം. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺ പ്രവിശ്യയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന ആക്രമണത്തിൽ 11 പോലീസ് ഉദ്യോഗസ്ഥരും 15 തീവ്രവാദികളും കൊല്ലപ്പെട്ടു. ഖൈബർ പഖ്തൂൺ പ്രവിശ്യയിലെ പോലീസ് പോസ്റ്റിലായിരുന്നു തീവ്രവാദികളുടെ ആക്രമണം ഉണ്ടായത്. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള ഹംഗു ജില്ലയിലെ ഖാസിന പോലീസ് പോസ്റ്റാണ് ആക്രമണം ലക്ഷ്യമിട്ടത്. സുരക്ഷാ സേന നടത്തിയ തിരിച്ചടിയിൽ 15 തീവ്രവാദികൾ കൊല്ലപ്പെട്ടുവെന്ന് പോലീസ് വെളിപ്പെടുത്തി. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. അടുത്തിടെ അതിർത്തി മേഖലയിൽ പാക് സുരക്ഷാ സേനയ്ക്കെതിരെ ആക്രമണം തീവ്രമാക്കിയ തെഹരിക്കെ താലിബാൻ പാകിസ്ഥാൻ ആണ് ഇതിന് പിന്നിലെന്നാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. ഔട്ട് പോസ്റ്റിലെ ആക്രമണം നേരിടാനെത്തിയ ദൗത്യ സംഘത്തിന്റെ തലവനായ പോലീസ് ഓഫീസർ ദിയാർ ഖാൻ അടക്കം കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റുമുട്ടലിൽ 2 ഡസനിലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. പോസ്റ്റിലേക്ക് ഇരച്ചു കയറാൻ തീവ്രവാദികൾ കനത്ത ആയുധങ്ങൾ ഉപയോഗിച്ചതായാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. സംഭവ സ്ഥലത്തേക്ക് എത്തിയ ദൗത്യ സംഘത്തെ വഴിയിൽ പതിയിരുന്ന് ആക്രമിച്ചു. ഒരു കവചിത പേഴ്സണൽ കാരിയർ തകർന്നു. തുടർന്ന് ഉദ്യോഗസ്ഥർ വീണ്ടും സംഘടിച്ച് ആക്രമണകാരികളെ നേരിടുകയായിരുന്നു. ഒടുവിൽ അവർ പിൻവാങ്ങുന്ന പശ്ചാത്തലമാണ് ഉണ്ടായത്. കോക്രോച്ച് ജനതാ പാർട്ടി ജന്തർ മന്ദറിൽ നടത്തിയ സമരത്തെ
വിമർശിച്ച് ഒപ്പം നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും നടൻ സുദേശ് ബെറി രംഗത്ത് വന്നു. CJP ഒരു പിന്തിരിപ്പൻ സംഘടനയാണ് എന്ന് പറഞ്ഞ സുദേശ് നരേന്ദ്രമോദി മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്നാണ് പറയുന്നത്. നരേന്ദ്രമോദിയുടെ കാല് കഴുകി ആ വെള്ളം തനിക്ക് കുടിക്കണമെന്നും സുദേശ് കൂട്ടിച്ചേർക്കുന്നു. സംഭാഷണത്തിൽ അദ്ദേഹം അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. എനിക്ക് ഈ AGPയെയും CGPയെയും ഒന്നും അറിയില്ല, അവരെയൊന്നും ഞാൻ കണ്ടാൽ ഞാൻ തിരിച്ചറിയുക പോലുമില്ല. സമരത്തിൽ പങ്കെടുത്തവർ മടിയന്മാരാണ്, വളരെ കുറച്ച് പുസ്തകങ്ങൾ മാത്രം വായിച്ചവരാണ്, ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്നവരാണ് എന്നൊക്കെയാണ് വിമർശനം. കൂടാതെ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുകയും ചെയ്തു സുദേവ്. ജന്തർ മന്ദറിൽ നടന്ന സമരത്തിന് വിദേശ ഫണ്ടിംഗ് ഉണ്ടെന്നും ആരോപണമുണ്ട്. നരേന്ദ്രമോദിക്കെതിരെ ശാപവാക്കുകൾ പറഞ്ഞവരെയും സുധേഷ് അപലപിച്ചു. നരേന്ദ്രമോദി എന്ത് തെറ്റാണ് ചെയ്തത്? അദ്ദേഹം ചായ വിൽക്കട്ടെ, അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ച് ചായ വിൽക്കുകയാണ്. ബഹുമാന സൂചകമായി ഞാൻ ഒരിക്കൽ എൻ്റെ അമ്മയുടെ കാല് കഴുകി ആ വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് മോദിജിയുടെ കാല് കഴുകി ആ വെള്ളം കുടിക്കണം. നിങ്ങൾ ആരെങ്കിലും അദ്ദേഹവുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഉണ്ടാക്കി തരൂ. ഞാൻ അദ്ദേഹത്തെ ഇതുവരെ കണ്ടിട്ടില്ല, എനിക്ക് വ്യക്തിപരമായി അറിയില്ല. ദൈവത്തെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ആരാധിക്കുന്നില്ലേ എന്നതുപോലെയാണ് ഞാൻ അദ്ദേഹത്തെ ആരാധിക്കുന്നത് എന്നും സുദേശ് ബെറി പറയുകയാണ്. ഇപ്പോൾ പ്ലാസ്റ്റിക് നോട്ടുകൾ ഇന്ത്യയിൽ ഉടൻ പ്രാബല്യത്തിൽ വരുന്നു എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് നോട്ടുകൾ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു കേന്ദ്രമായി കേരളം മാറുന്നു എന്നുള്ളതാണ്. ആദ്യമായി ഒരുപക്ഷെ പ്ലാസ്റ്റിക് നോട്ട് കയ്യിലെത്തുക മലയാളികളുടെ, പ്രത്യേകിച്ച് കൊച്ചിക്കാരുടെ കയ്യിലായിരിക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. നോട്ടുകൾ പരീക്ഷണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നഗരങ്ങളിൽ കൊച്ചിയും ഉൾപ്പെടുന്നു എന്ന ഒരു സന്തോഷകരമായ വാർത്തയുണ്ട്. അതായത് ഈ നോട്ടുകൾ ആദ്യം എത്തുക മലയാളികളുടെ കൂടെ കയ്യിലായിരിക്കും. പുറത്തുവരായിരിക്കുന്ന ഈ പോളിമർ നോട്ടുകളെ പറ്റി ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുകയാണ്. പൂർണ്ണമായും ഈ പ്ലാസ്റ്റിക് നോട്ടുകൾ പുറത്തിറക്കാനല്ല കേന്ദ്ര സർക്കാർ RBIക്ക് അനുമതി നൽകിയിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ നോട്ടുകൾ പൂർണ്ണമായും ഉപേക്ഷിച്ചല്ല പ്ലാസ്റ്റിക് നോട്ടുകൾ പുറത്തിറക്കുക, പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ വിപണിയിൽ ഇറക്കുക എന്നതാണ് അനുമതിയുള്ളത്. ഇന്ത്യയിലെ വിവിധ കാലാവസ്ഥകളിൽ ഇപ്പോൾ ചൂട്, തണുപ്പ്, ഈർപ്പമൊക്കെ ഉണ്ടല്ലോ. പോളിമർ നോട്ടുകൾ എത്രത്തോളം ഈട് നിൽക്കുമെന്ന് പരിശോധിക്കുകയാണ് ആദ്യഘട്ടം. ചെറുമൂല്യമുള്ള നോട്ടുകൾ, അതായത് 10ൻ്റെയും 20ൻ്റെയും നോട്ടുകളാണ് ആദ്യം മലയാളികളുടെ കയ്യിൽ എത്തുക എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ പരീക്ഷണത്തിൽ കേരളം കൂടി ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് സന്തോഷകരം. കൊച്ചി, മൈസൂരു, ഷിംല, ജയ്പൂർ, ഭുവനേശ്വർ എന്നീ 5 വ്യത്യസ്ത കാലാവസ്ഥയുള്ള നഗരങ്ങളിലാകും ആദ്യഘട്ട പരീക്ഷ നടക്കുക എന്നാണ് ഇപ്പോൾ RBIയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. എത്ര രൂപ വിപണിയിൽ എത്തുമെന്നത് സംബന്ധിച്ചും ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 10 രൂപ മൂല്യമുള്ള പ്ലാസ്റ്റിക് നോട്ടുകൾ ഏകദേശം 100 കോടി, 1 ബില്യൺ 10 രൂപ നോട്ടുകൾ വിപണിയിൽ എത്തിക്കാനാണ് റിസർവ് ബാങ്ക് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത്. തുടർന്ന് ഉണ്ടാകുക 20 രൂപയുടെ പ്ലാസ്റ്റിക് നോട്ടുകൾ പരീക്ഷിച്ചേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇത് ശരിക്കും പ്ലാസ്റ്റിക് ആണോ എന്നുള്ള ചോദ്യം പല ആളുകളും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കൊണ്ടല്ല നിർമ്മിക്കുന്നത്. നോട്ടുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് ബോപ്പ് എന്ന, അതായത് ബയാക്സിയലി ഓറിയൻറ്റഡ് പോളിപ്രൊപ്ലെയിൻ എന്ന് വിളിക്കുന്ന പ്രത്യേകതരം പോളിമർ വസ്തുവാണ്. സാധാരണ നോട്ടുകൾ പോലെ ഈ പോളിമർ നോട്ടുകളും മടക്കാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവ നിലവിലെ പേപ്പർ കറൻസികൾ പോലെ കീറിപ്പോവില്ല, നശിക്കില്ല. ഒപ്പം എന്തുകൊണ്ടാണ് പോളിമർ നോട്ടുകൾ എന്ന ചോദ്യം ഉയർന്നാൽ പ്രധാന ഗുണങ്ങൾ സാധാരണ പേപ്പർ നോട്ടുകളേക്കാൾ 2.5 മുതൽ 5 മടങ്ങ് വരെ ആയുസ് കൂടുതൽ കിട്ടും എന്നുള്ളതാണ്. വെള്ളത്തിലോ മഴയിലോ ഒക്കെ വീണാൽ നോട്ട് നശിച്ചു പോവില്ല. വാട്ടർ പ്രൂഫാണ് ഈ സംവിധാനം. ഒപ്പം അഴുക്ക്, എണ്ണമയം, ബാക്ടീരിയകൾ എന്നിവ ഈ നോട്ടുകളിൽ പറ്റിപ്പിടിക്കുന്നത് വളരെ കുറവായിരിക്കും. സുതാര്യമായ വിൻഡോകൾ ഉൾപ്പെടെയുള്ള സങ്കീർണമായ സുരക്ഷാ ഫീച്ചറുകൾ അത് വ്യാജ നോട്ടുകളുടെ അച്ചടി അസാധ്യമാക്കും എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. പഴകി ഉപയോഗശൂന്യമാകുമ്പോൾ ഇവ ഉരുക്കി മറ്റ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സാധിക്കും എന്ന പ്രധാനപ്പെട്ട ഒന്നുണ്ട്. അത് മാത്രമല്ല, സാധാരണക്കാർക്ക് ഏത് സാഹചര്യത്തിലും ഈ നോട്ടുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. മഴയത്ത് പോക്കറ്റിലിരുന്ന് നനയില്ല, അബദ്ധത്തിൽ തുണി നനയ്ക്കാനോ ഒക്കെ പോയാൽ നശിക്കില്ല, നോട്ട് കീറിപ്പോകുമെന്ന പേടി വേണ്ട. ഒരു കൈയിൽ നിന്ന് മറ്റു കൈയിലേക്ക് മാറുമ്പോൾ അഴുക്ക് പിടിച്ചതും നാറിയതുമായ നോട്ടുകൾ കയ്യിൽ കിട്ടുന്ന അവസ്ഥ ഒഴിവാകുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം നോട്ടുകൾ ചുളിയില്ല. അതുകൊണ്ട് ATMൽ നമ്മൾ എപ്പോഴും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ പേപ്പർ നോട്ടുകൾ ചുളിയുകയും നമ്മൾ ATMൽ ക്യാഷ് ഡെപ്പോസിറ്റിനായി പോകുമ്പോൾ പല നോട്ടുകളും റിജക്റ്റ് ചെയ്ത് പുറത്തു വരികയും ചെയ്ത സംവിധാനം. ഇങ്ങനെ പ്ലാസ്റ്റിക് നോട്ടുകളാണെങ്കിൽ ഈ നോട്ടിടുന്ന മെഷീനുകളിൽ തടസ്സങ്ങൾ ഉണ്ടാവില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും രാജ്യത്ത് പ്ലാസ്റ്റിക് നോട്ടുകൾ പരീക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അത് ഏതാനും ദിവസങ്ങൾക്കകം പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അച്ചടി പുരോഗമിക്കുകയാണ്. കേരളവും ഒരു പ്രധാന കേന്ദ്രമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല.
പരീക്ഷാ നിയമ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കിയതിന് പിന്നാലെ പുതിയ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യക്കടലാസ് ചോർച്ചയും വിദ്യാഭ്യാസ സമ്പ്രദായം ശക്തിപ്പെടുത്തുന്നതുമായ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ 4ാം തവണയാണ് പ്രധാനമന്ത്രി ഇൻസ്റ്റാഗ്രാമിലൂടെ രംഗത്തെത്തിയത്. ചോദ്യക്കടലാസ് ചോർച്ചയിൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന ഭേദഗതി ബില്ലിനെ പ്രശംസിച്ചുകൊണ്ടാണ് അദ്ദേഹം വീഡിയോ പോസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നരേന്ദ്രമോദിയുടെ തുടർച്ചയായ 3ാമത്തെ വീഡിയോ ആണ് ഇത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓഡിയോ സംപ്രേഷണത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. നമുക്ക് മറ്റ് വാർത്തയിലേക്ക് പോകാം. സംവിധായകനിൽ നിന്ന് നായകനിലേക്ക് ലോകേഷ് കനകരാജ്. നമുക്കറിയാം, ലോകേഷിൻ്റെ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ചാണ്. അവിടെയാണ് ലോകേഷ് നായകനായി ഇപ്പോൾ ആരാധകരെ ത്രില്ലടിപ്പിക്കാനായി വരുന്നത്. ഗാങ്സ്റ്റർ ഡ്രാമ DC എന്ന ചിത്രമാണ് അദ്ദേഹത്തിൻ്റെതായി വരുന്നത്. ട്രെയിലർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ആരാധകർക്ക് അടുത്ത ആകാംക്ഷയിലാണ്. കേന്ദ്ര കഥാപാത്രവുമായി ലോകേഷ് എത്തുകയാണ് ഈ ചിത്രത്തിനൊപ്പം. ഇതിൻ്റെ DC-യുടെ റിലീസ് ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അരുൺ മാതേശ്വരനാണ് ഇത് സംവിധാനം ചെയ്യുന്നത്. വാമിക ഖബ്ബിയാണ് ഈ ചിത്രത്തിലെ നായിക. ഇവർ നേരത്തെ മലയാള സിനിമയായ ഗോദയിലെ നായികയായിരുന്നു. ടൊവിനോ തോമസ് നായികയായിരുന്നു. ചിത്രം ഓഗസ്റ്റ് 7-ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകൾ എത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. റോക്കി, സാനിം കായിദം, ക്യാപ്റ്റൻ മില്ലർ എന്ന ശ്രദ്ധേയ സിനിമകൾക്ക് ശേഷം അരുൺ മാതേശ്വർ ഒരുക്കുന്ന ചിത്രത്തിൽ ദേവദാസ് എന്ന കഥാപാത്രമായാണ് ലോകേഷ് വരുന്നത്. വാമിക ചന്ദ്രയായും എത്തുന്നു. വയലൻസ് രംഗങ്ങൾ നിറഞ്ഞ ട്രെയിലറിൽ അനിരുദ്ധിൻ്റെ പശ്ചാത്തല സംഗീതം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട്. സൺ പിക്ചേഴ്സിൻ്റെ ബാനറിൽ കലാനിധി മാരനാണ് ചിത്രം നിർമ്മിക്കുന്നത്. കാട്ടുതീ പടരുകയും യൂറോപ്പിൽ റെക്കോർഡ് താപനിലയിൽ എത്തുകയും ചെയ്തോടെ ചൈനക്കാർ കോളടിച്ച മട്ടാണ്. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ AC ഉപയോഗിക്കാൻ വളരെ മടിക്കുന്നത്. കാരണം അവിടെ AC-യുടെ ആവശ്യമുണ്ടായിരുന്നില്ല. തണുപ്പേറിയ രാജ്യങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം വരുന്നത് അവിടെ ഉഷ്ണതരംഗം വല്ലാതെ വർദ്ധിക്കുന്നു. ചൂട് 40 ഡിഗ്രിക്ക് മുകളിലേക്ക് വരികയാണ്. 40 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത് സാധാരണമാണ്. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാതെ അമ്പരപ്പിക്കുന്ന ഒന്നാണ്. അവിടെയാണ് ചൈനയിൽ നിർമ്മിച്ച ഒരു ഉൽപ്പന്നം വലിയ തോതിൽ ഡിമാൻഡായി മാറിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, എയർ കണ്ടീഷണറുകൾ. ചൈനീസ് എയർ കണ്ടീഷണറുകൾക്കാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും അധികം ഡിമാൻഡ്. AC ഉപയോഗിക്കുന്നത് വളരെ മന്ദഗതിയിലുള്ള യൂറോപ്യന്മാർ ഇപ്പോൾ ചൂട് വല്ലാതെ വർദ്ധിച്ചപ്പോൾ വേനൽക്കാല താപനില 100 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിലൊക്കെ ഉയർന്നതിനാൽ കടകൾക്ക് പുറത്ത് വരിയായി നിന്ന് ഇപ്പോൾ ചൈനീസ് AC യൂണിറ്റുകൾ സ്വന്തമാക്കാനുള്ള നീക്കത്തിലാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് മാത്രമല്ല, AC കിട്ടാൻ വലിയ തോതിലുള്ള പ്രശ്നം അനുഭവപ്പെടുകയും ചെയ്യുന്നു. കാരണം AC-ക്ക് കാര്യമായ വിപണി ഉണ്ടായിരുന്നില്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ. ഇപ്പോൾ ഫ്രാൻസിലും ജർമ്മനിയിലും ബെൽജിയത്തിലും ഒക്കെ നേതാക്കൾ ചൈനീസ് ഇറക്കുമതിക്ക് വലിയ തോതിലുള്ള പ്രാധാന്യം നൽകുന്നു എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ചൈനീസ് ബ്രാൻഡുകളായ മീഡിയ, ഗ്രീ, ഹെയർ എന്നിവ AC വിൽപ്പനയിൽ വലിയ തോതിലുള്ള വിൽപ്പനയിൽ വർധനവ് ഇപ്പോൾ കാണിക്കുകയാണ്. യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ചൈനീസ് കയറ്റുമതിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമായിരുന്നു എയർ കണ്ടീഷനിങ് എങ്കിലും പുതിയ ഡിമാൻഡ് അനുസരിച്ച് യൂറോപ്യൻ ഉപഭോക്താക്കൾക്ക് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ആവശ്യമാണെന്ന് തെളിവായി ചൈന വിൽപ്പന വർദ്ധിച്ചിരിക്കുകയാണ്. കയറ്റുമതി അടക്കമുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതായത് യൂറോപ്പിലെ ചൂട് ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തുന്ന ഒരു രാജ്യമായി ചൈന മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എയർ കണ്ടീഷനുകൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്താനും മറ്റും യൂറോപ്യൻ രാജ്യങ്ങൾ അടുത്ത സമയത്ത് തീരുമാനിച്ചിരുന്നു. പക്ഷേ ഈ എയർ കണ്ടീഷനുകൾക്ക് തീരുവ ചുമത്തിയാൽ അത് യൂറോപ്പിന് അമിതമായ ചൂടുണ്ടാക്കും എന്നാണ് അവിടുത്തെ മാധ്യമങ്ങളടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ചൈനീസ് എയർ കണ്ടീഷനുകളെ തടയുന്നത് യൂറോപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല, സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുഷ്കരമാക്കുകയുള്ളൂ എന്ന് അവിടെ ചില പത്രങ്ങളും മറ്റും എഴുതുന്നത് ഇതിൻ്റെ ഭാഗമായാണ്. ഏകദേശം 360 ബില്യൺ യൂറോ, അതായത് $406 മില്യൺ എന്ന റെക്കോർഡ് നിലയിലേക്കാണ് വ്യാപാരം എത്തിയിരിക്കുന്നത്. ഈ വ്യാപാരം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ചൈനയും യൂറോപ്പും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ചൈന തങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിച്ചതോടെയാണ് അടുത്ത കാലത്തായി ഈ തരത്തിലുള്ള മാറ്റങ്ങൾ വിപണിയുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത്. എയർ കണ്ടീഷനുകൾ ഉപയോഗിക്കണം എന്നുള്ള നിർബന്ധം ഇപ്പോൾ യൂറോപ്പിലെ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു. ചൈന അതനുസരിച്ച് തങ്ങളുടെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുന്ന പശ്ചാത്തലം ഉണ്ടാവുകയാണ്. ലോകത്തിലെ മറ്റു ഭാഗങ്ങളും, യൂറോപ്പ് മാത്രമല്ല ലോകത്തിലെ മറ്റു ഭാഗങ്ങളും ചൈനയെ ആശ്രയിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ 2-3 കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണാം. ഒന്ന്, ഈ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ചൈനീസ് ബ്രാൻഡുകളിൽ
ബ്രാൻഡുകളാണ് ഇപ്പോൾ ലോകത്തിലെ AC-യുടെ 50% വിപണിയും കൈയടക്കി വെച്ചിരിക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ കണക്ക് പുറത്തുവിടുന്നത് ഗവേഷണ സ്ഥാപനമായ യൂറോ മോണിറ്റർ ഇന്റർനാഷണലാണ്. ഈ കണക്ക് കഴിഞ്ഞ വർഷം 65% എത്തിയെന്നും കമ്പനി അറിയിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഈ കുറഞ്ഞ വില വളരെ പ്രധാനപ്പെട്ട ചൈനീസ് സാധനങ്ങളുടെ കുറഞ്ഞ വില ഈ വിപണിയിൽ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒന്നുണ്ട്. അത് മാത്രമല്ല, പ്രാദേശികമായി ആവശ്യങ്ങൾക്കനുസരിച്ച് വൈവിധ്യമുള്ള ഉൽപ്പന്നങ്ങൾ ചൈനീസ് കമ്പനികൾ അത്തരത്തിൽ വിതരണം ചെയ്യുന്നു എന്നതും പ്രധാനപ്പെട്ട ഒന്നാണ്. യൂറോപ്പിൽ ഇത് മുതലെടുക്കാനായി ഇപ്പോൾ ചൈനീസ് ബ്രാൻഡുകൾ പ്രധാനമായും ഉൽപ്പാദനം കൂട്ടിയിരിക്കുകയാണ്. യൂറോപ്പിൽ പ്രധാനമായും ഇതിൻ്റെയൊക്കെ ഉയർന്ന ഊർജ്ജ ചെലവുണ്ട്, ഇൻസ്റ്റലേഷൻ നിരക്കുകൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, ഈ കെട്ടിടങ്ങളിലൊക്കെ എയർ കണ്ടീഷണറുകൾ മാറ്റുന്നതിലുള്ള മാറ്റങ്ങളിലുള്ള നിയന്ത്രണങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ചൈനീസ് ഉൽപ്പന്നങ്ങൾ കൂടുതലായി വാങ്ങി അവ സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ യൂറോപ്പിലുള്ള ആളുകൾ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി പുറത്തു വരുന്നത്. മാത്രമല്ല, ചൈനയിലെ പല പ്രധാന ഗ്രാമമേഖലകളിലും ഇപ്പോൾ AC നിർമ്മാണ യൂണിറ്റുകൾ കൂടുതലായി സ്ഥാപിക്കപ്പെടുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ആഗോളതലത്തിൽ വലിയ സ്വാധീനം ഇതുമായി ബന്ധപ്പെട്ട് ചൈന ചെലുത്തുടങ്ങിയെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ചൈനീസ് ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് തന്നെയാണ് ഇപ്പോൾ യൂറോപ്പ് മുന്നോട്ട് പോകുന്നത്. യൂറോപ്യൻ യൂണിയൻ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ജെൻസ് എസ്കെൽസ് പറയുന്നത് ചൈനീസ് ഇറക്കുമതി മൊത്തത്തിൽ വർദ്ധിച്ച പശ്ചാത്തലമുണ്ട്. അത് പല മേഖലകളിലേക്കും ചൈനീസ് ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ഇറക്കുമതി ചെയ്യുന്ന ഓരോ യൂറോ മൂല്യമുള്ള ചരക്കിനും തുല്യമായ കയറ്റുമതി വേണം എന്നാണ് ഇപ്പോൾ. കാരണം മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതനുസരിച്ച് ആ സന്തുലിതാവസ്ഥ അത്തരത്തിൽ നിലനിൽക്കാനാവൂ എന്നാണ് അവിടുത്തെ വ്യാപാര സംഘടനകളും മറ്റും പറയുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത്. ഏതായാലും അമേരിക്കൻ ഉൽപ്പന്നങ്ങളെക്കാൾ ഇപ്പോൾ ഡിമാൻഡ് കൂടുതൽ യൂറോപ്പിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കാണ്, പ്രത്യേകിച്ചും എയർ കണ്ടീഷണർക്കാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരികയും മറ്റും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ പുറത്തു വരുന്നത് ബ്രസീൽ ടീം ഫുട്ബോൾ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇവിടെ ചിലരൊക്കെ മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ്, അർജന്റീനയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കുറേ നാൾ ഫുട്ബോൾ ആരാധകരെ പറ്റിച്ചിരുന്നു. മെസ്സി വരുമോ എന്നുള്ള ചോദ്യം ഫുട്ബോൾ ആരാധകർ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം ബ്രസീലാണ് വരുന്നത്, അർജന്റീനയല്ല. ഫുട്ബോൾ ആരാധകർ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ വമ്പൻ പ്രഖ്യാപനം വരുന്നത്. ഇന്ത്യൻ ദേശീയ ടീമുമായി സൗഹൃദ മത്സരം കളിക്കും. ഒക്ടോബറിൽ ടീം കൊൽക്കത്തയിലെത്തും. സാമ്പാ താളം കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ആരാധകർ കാത്തിരിക്കുന്നൊരു കാര്യം, സൂപ്പർ താരം നെയ്മർ ഈ കളിക്ക് ഉണ്ടാകുമോ, ബൂട്ടണിയുമോ ഇന്ത്യയിൽ എന്നുള്ളതാണ്. ഏതായാലും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരിക്കുകയാണ് ഈ വമ്പൻ പ്രഖ്യാപനം. 5 തവണത്തെ ലോക ചാമ്പ്യന്മാരാണ് ബ്രസീൽ, നമുക്കറിയാം. ഈ വർഷം ഒക്ടോബറിലാണ് മത്സരം. ഇരു രാജ്യങ്ങളിലെ ഫുട്ബോൾ ഫെഡറേഷനുകൾ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. കൊൽക്കത്തയിലെ പ്രശസ്തമായ സോൾട്ട് ലേക്ക് സ്റ്റേഡിയം സാമ്പാ താളത്തിൽ മുറുകും. ഒക്ടോബർ 3-നാണ് രാജ്യം ഉറ്റുനോക്കുന്ന ഈ പോരാട്ടം അരങ്ങേറുന്നത്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്താളുകളിൽ സ്വർണ്ണലിപികളാൽ എഴുതി വെക്കപ്പെടുന്ന ദിനമായിരിക്കും ഇതെന്ന കാര്യം ഉറപ്പാണ്. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ സമൂഹ മാധ്യമങ്ങളോട് ഇത് വ്യക്തമാക്കുകയുണ്ടായി. ഓസ്ട്രേലിയയിലെ സൗഹൃദ മത്സര പരമ്പരയ്ക്ക് ശേഷമായിരിക്കും സാമ്പാ താളവുമായി ബ്രസീൽ സംഘം ഇന്ത്യയിലേക്ക് എത്തുക. നമുക്കറിയാം, ലയണൽ മെസ്സി പരസ്യ ചിത്രങ്ങളിലും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ മെസ്സിയുടെ പരസ്യ ചിത്രങ്ങളിലെ കൗതുകകരമായ ഒരു കാര്യം ആരാധകരുമായി പങ്കുവെക്കുകയാണ് ഹോളിവുഡ് താരം വിൽ ഫെറലാണ് മെസ്സിക്കൊപ്പം ഒരു പരസ്യത്തിൽ അഭിനയിച്ച അനുഭവം പങ്കുവെക്കുകയായിരുന്നു. ലയണൽ മെസ്സിക്ക് കർശനമായ ഒരു നിയമമുണ്ട് ചിത്രങ്ങളിൽ അഭിനയിക്കുന്നത് എന്നാണ് വിൽ ഫെറലിൻ്റെ വെളിപ്പെടുത്തൽ. അടുത്ത കാലത്ത് ഇറങ്ങിയ ലോക പരസ്യത്തിൽ അർജന്റീന താരത്തോടൊപ്പം പ്രവർത്തിച്ച US ഓഫീസ് താരം സ്റ്റീവ് വേറലിൽ നിന്നാണ് താൻ ഈ കാര്യങ്ങൾ അറിഞ്ഞതെന്നാണ് ഫെറൽ പറയുന്നത്. ലോകത്തെമ്പാടുമുള്ള പ്രമുഖ ബ്രാൻഡുകൾ ഒപ്പുവെക്കാൻ നിരന്നു നിൽക്കുമ്പോഴും ലോകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു കായിക താരം ഷൂട്ടിംഗ് സെറ്റുകളിൽ തൻ്റെ സമയം എങ്ങനെ ക്രമീകരിക്കുന്നു എന്നതിൻ്റെ യഥാർത്ഥ ചിത്രമാണിത്. ഫെറലിൻ്റെ വാക്കുകൾ: മെസ്സിയെ കണ്ടുമുട്ടിയ സ്റ്റീവ് കെയറുമായി ഞാൻ സംസാരിച്ചിരുന്നു. ലൈസ് പൊട്ടറ്റോ ചിപ്സിൻ്റെ ആഭ്യന്തര പരസ്യ പ്രചാരണത്തിൽ ഞാനും ഉണ്ടായിരുന്നു. സ്റ്റീവ് അതിൻ്റെ വിദേശ പരസ്യത്തിലായിരുന്നു അഭിനയിച്ചത്. മെസ്സി അവിടെ ഉണ്ടായിരുന്നു. മെസ്സിക്ക് ഒരു നിയമമുണ്ട്, സെറ്റിലെത്തിയാൽ നിങ്ങൾക്ക് മെസ്സിയോടൊപ്പം ലഭിക്കുന്ന കൃത്യം 30 മിനിറ്റ് കഴിഞ്ഞ് 1 സെക്കൻഡ് കഴിഞ്ഞാൽ മെസ്സി സ്ഥലം വിടും. മെസ്സിയോടൊപ്പമുള്ള എല്ലാ ഷോട്ടുകളും അങ്ങനെ വേഗത്തിൽ എടുക്കാൻ ഈ 30 മിനിറ്റിനുള്ളിൽ എടുക്കണം. അതവിടെ വലിയ തിടുക്കമായിരുന്നു. ഇല്ലെങ്കിൽ ഷോട്ട് തീർന്നാലും ഇല്ലെങ്കിലും മെസ്സി അവിടെ നിന്ന് പോകും. ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന താരം എന്ന നിലയിൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് മെസ്സിയുടെ കളത്തിലെയും വാണിജ്യ പരസ്യങ്ങളിലെയും വരുമാനം വൻതുകകളിലേക്ക് കുതിച്ചുയരുന്നതിനിടയിലാണ് ഈ വെളിപ്പെടുത്തൽ. അഡിഡാസ്, പെപ്സി, മിഷേലോബ്, അൾട്ര, ഗാറ്റഡേഗ്
ഇ സ്പോർട്സ് എന്നിവയുൾപ്പെടെ ഉള്ള പ്രമുഖ ബ്രാൻഡുകളുടെ പരസ്യങ്ങളിൽ മെസ്സി പതിവായി പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇപ്പോൾ ചിപ്സ് ബ്രാൻഡായ ലെയ്സിൻ്റെ നോ ലെയ്സ് നോ ഗെയിം എന്ന പരസ്യത്തിലാണ് അദ്ദേഹം ഏറ്റവും ഒടുവിലായി പ്രത്യക്ഷപ്പെടുന്നത്. അവിടെയാണ് ഈ വിവരം വരുന്നത്. നേരത്തെ ഡേവിഡ് ബെക്കാം, തിയറി ഹെൻറി, അലക്സിയ പുട്ടലസ്, കേരൾ എന്നിവർക്കൊപ്പം വൻ താരനിര തന്നെ അണിനിരുന്ന പരസ്യമായിരുന്നു അത്. ഏതായാലും വലിയ തോതിലാണ് ഇപ്പോൾ ഈ പരസ്യമൊക്കെ ഫുട്ബോൾ ആരാധകർക്കിടയിൽ വൈറലായിരിക്കുന്നത്. പടുകൂറ്റൻ ഗ്യാസ് വാഹിനി കപ്പലുകളിൽ പകുതിയോളം ഓഹരി പങ്കാളിത്തം നേടാൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പദ്ധതിയിടുന്നു. ചരക്ക് കപ്പലുകളിൽ ഇത്തരത്തിൽ ഭാഗിക ഉടമസ്ഥത നേടുന്നത് ഇറക്കുമതി ചെലവ് കുറയ്ക്കുമെന്നും ആഭ്യന്തര പാചകവാതക സബ്സിഡി സംരക്ഷിക്കാനും ഇതിലൂടെ സാധിക്കുമെന്നുമാണ് IOC ലക്ഷ്യം വെക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണ കമ്പനി കൂടിയാണ് IOC. ഇത്തരമൊരു ലക്ഷ്യം സാധിക്കാൻ പോകുന്നതിൽ 2027 വർഷത്തിൽ US നിന്ന് ഇന്ത്യയിലേക്കുള്ള LPG ഇറക്കുമതിയുടെ 1/4 ചിലവ് കുറയ്ക്കാനാണ് ലക്ഷ്യം. 80,000 മുതൽ 93,500 ക്യൂബിക് മീറ്റർ ശേഷിയുള്ള കപ്പലുകളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ബിഡിങ് IOC സ്വീകരിച്ചു തുടങ്ങി. കപ്പലുകൾക്ക് 12 വർഷത്തിലധികം പഴക്കമുണ്ടാകരുത് എന്ന നിബന്ധനയുണ്ട്. ഏതായാലും പരമാവധി വില താഴ്ത്തി ഇത്തരം കാര്യങ്ങൾ അടുക്കളകളിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ IOCക്കുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന് ഏറ്റവും പ്രധാനം ഇത്തരം ഇറക്കുമതികളിൽ തങ്ങൾക്ക് കൂടി പങ്കാളിത്തമുണ്ടായാൽ ചിലവ് കുറയ്ക്കാം എന്ന് ഇപ്പോൾ IOC കണക്കുകൂട്ടുന്നുണ്ട്. ഇതനുസരിച്ചുള്ള നീക്കമാണ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പാകിസ്ഥാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് അവിടുത്തെ ജനസംഖ്യാ വർധനവാണ്. അതിന് പാകിസ്ഥാൻ്റെ മന്ത്രി തന്നെ ചില കാരണങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ഒന്ന്, സെക്സുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും അവർക്ക് ജ്ഞാനം കുറവാണ്. കോണ്ടത്തിന് വലിയ വില ഈടാക്കുന്ന ഒരു രാജ്യമാണ്. ജനകീയ ആഘാതമായി അല്ലെങ്കിൽ ജനസംഖ്യാ നിരക്കിൽ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ട് അവിടെ സംഭവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാൻ്റെ ജനസംഖ്യയിലെ കുതിച്ചുകയറ്റം ആ രാജ്യത്തെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയാണ്. ലോകത്ത് തന്നെ ഏറ്റവും ഉയർന്ന ജനനനിരക്കുള്ള രാജ്യത്തിലൊന്നായി പാകിസ്ഥാൻ മാറുകയാണ്. ഓരോ വർഷവും 60 ലക്ഷം കുട്ടികൾ അവിടെ ജനിക്കുന്നു എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ, അപ്രതീക്ഷിത ഗർഭധാരണങ്ങളൊക്കെ പാകിസ്ഥാനിലെ ജനസംഖ്യാ വർധനയ്ക്ക് ഇടയാക്കുന്നുണ്ട് എന്നാണ് ആരോഗ്യ സഹമന്ത്രി ഡോക്ടർ മുഖ്താർ അഹമ്മദ് ബറാത്ത് വ്യക്തമാക്കുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ 2040 ജനസംഖ്യ 40 കോടി കടക്കുമെന്നും ഡോക്ടർ മുഖ്താർ അഹമ്മദ് ബറാത്ത് പറയുകയാണ്. നിലവിൽ ഏതാണ്ട് 26 കോടി മാത്രമാണ് പാകിസ്ഥാന്റെ ജനസംഖ്യ. ലോകത്ത് 5ാം സ്ഥാനത്താണ്. കുട്ടികൾക്ക് ആവശ്യമായ പോഷകാഹാരം, മികച്ച വിദ്യാഭ്യാസം, പ്രതിരോധ മരുന്നുകൾ തുടങ്ങിയവയൊക്കെ നൽകാനാകുമോ എന്ന് രക്ഷിതാക്കൾ ഉറപ്പാക്കണമെന്നും ആരോഗ്യമന്ത്രി പറയുന്നുണ്ട്. സുരക്ഷിതമായ ഫാമിലി പ്ലാനിങ് പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയമായി മാറിയെന്നും മന്ത്രി പറയുകയാണ്. അങ്ങനെ പണപ്പെരുപ്പവും ജനസംഖ്യയും ഒരുപോലെ വർദ്ധിക്കുന്നത് പാകിസ്ഥാൻ സർക്കാരിന് വലിയ തിരിച്ചടിയാകും എന്നാണ് പ്രധാനം. അത് മാത്രമല്ല, അവിടെ കോണ്ടത്തിന് നിലവിലുള്ള നികുതി 18%. അസഹനീയമാണ്. നിലവിലെ സാഹചര്യത്തിൽ നികുതി കുറയ്ക്കണമെന്നാണ് പറയുന്നത്. IMFനോടൊക്കെ ആവശ്യപ്പെട്ട പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷേ പാകിസ്ഥാനിലെ ഇത്തരത്തിലുള്ള പണപ്പെരുപ്പവും പണമില്ലായ്മയൊക്കെ കൊണ്ട് വലിയ തോതിലുള്ള നഷ്ടമാണ്. കോണ്ടത്തിന് നികുതി കുറച്ചിരുന്നെങ്കിൽ സർക്കാർ 60 കോടി പാകിസ്ഥാൻ രൂപ വരെ വരുമാനം ഉണ്ടാകുമായിരുന്നുവെന്നാണ് പറയുന്നത്. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് ജനസംഖ്യാ വർധനവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് 9 മണി വാർത്ത പൂർത്തിയാക്കുകയാണ്. ഇനിയിപ്പോൾ ന്യൂസ് ട്രെൻഡ്സ് ഉണ്ട്. അതിൽ KP അഭിലാഷ് ചേരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.